കൂടി നമ്മുടെ കേരള ബയോടൂറിസം കമ്മ്യൂണിറ്റി എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നടത്തുന്ന നമ്മുടെ സൂം പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. എല്ലാ ഭാഗങ്ങളിലും മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇന്ന് സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു, അല്ലെ? ആ തണുത്ത രാവിലും ഇന്ന് 85 പേര് ഇപ്പോ ഈ ഒരു സൂമിൽ കയറിയിരിക്കുന്നുണ്ട്. ഇപ്പൊ 85 പേർക്കുമുള്ള പ്രത്യേകത മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ 85 പേർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെന്നുള്ളതാണ്. നമ്മൾ തിരിച്ചറിയുന്നതാണ്. കാര്യങ്ങള് എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിയതല്ല എന്ന് ചിന്തിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും വ്യത്യസ്തരായ ഒരു കൂട്ടം ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പൊ ഈ ലൈവായിട്ട് സൂമിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ച കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ മറ്റു പല മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളുകൾ ഉണ്ടാവും. സെയിൽസ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ ഡയറക്ട് സെല്ലിംഗ് അല്ലാതെ ഏതെങ്കിലും മാർക്കറ്റിംഗ് വർക്ക് ചെയ്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു ME എന്ന് ടൈപ്പ് ചെയ്ത് നല്ലതായിരിക്കും. അതേപോലെ എന്നെ കൊണ്ട് എന്താ പറയാ പ്രോപ്പറായിട്ട് സെയിൽസ് എടുക്കാൻ പറ്റുന്നില്ല. ആളുകളെ ഞാൻ കാണാൻ പോകാറുണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ ആളുകൾ എന്റെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല. അവരെന്നോട് പിന്നെ വരാ എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്താ പറയാ പലതരത്തിലുള്ള ഒബ്ജക്ഷൻസ്. ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തോന്നുന്ന ആളുകൾ ഒരുപക്ഷെ ഇതിലുണ്ടാവും. ഒരുപാട് പ്രാവശ്യം സംസാരിച്ചിട്ടും ഒരുപാട് പ്രാവശ്യം അപ്ലൈനെ കൂട്ടി പോയിട്ടും അല്ലെങ്കിൽ ഡൗൺലൈൻസിലുള്ള ആളുകളെ കൂടെ പോയിട്ടും ഒറ്റയ്ക്ക് പോയിട്ടൊക്കെ നമുക്ക് അവർക്ക് ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ അവർക്ക് വാങ്ങുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആളുകൾ ഇതിലുണ്ടെങ്കിൽ അവരൊന്ന് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് യെസ് എന്ന് ചാറ്റ് ചെയ്യുക. യെസ് എന്ന് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലാവും. മഞ്ജിതുള്ള മാഡം എസ് അടിച്ചിട്ടുണ്ട്, ആന്റണി സാറ്, ജയശ്രീ മാഡം, ഫസ്ന മാഡം, ഭഗത് സാറ്, റമ്മി മോള്, ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഓക്കെ, രമണി മാഡം, PT സാബു സാർ, ഷൗക്കത്തലി സാർ, ഗീത സുരേഷ് മാഡം, സാജൻ സാർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ എസ് അടിച്ച ആളുകൾക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, ഒബ്ജക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റും ഈ ഒരു പ്രൊജക്റ്റും കൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഒരുപാട് സെയിൽ എടുത്തിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ സെയിൽ എടുക്കുന്ന സമയത്തായിരിക്കാം ഒരുപക്ഷെ പലർക്കും ഈ ഒരു ഒബ്ജക്ഷൻ റിജക്ഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുക. അതിന് കാരണം ആദ്യം നിങ്ങൾ സംസാരിച്ച ആളുകളൊക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരും അവർക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് ഒബ്ജക്ഷൻസും കാര്യങ്ങളും ചോദിക്കാറില്ല. രണ്ടാമത് നിങ്ങൾ കാണാൻ പോകുന്ന ആളുകളൊക്കെ ഒന്നുകിൽ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡൗൺലൈനിലുള്ള ആളുകൾ കാട്ടിത്തരുന്ന ആളുകളായിരിക്കും. അവരുടെ കൂടെ പോകുമ്പോഴായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു ഓൺലൈൻ എടുക്കേണ്ട ഒരു ടോപ്പിക് ആണെന്ന് തോന്നുന്നില്ല. എന്നാലും എന്നെ കൊണ്ടാവും പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസ്കഷൻ നടത്താം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ഇടാനും എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരാനുള്ള സമയത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു സെഷൻ, ഈ ഒരു തണുത്ത വെളുപ്പാങ്കാലം നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഒരു സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, ഇത് കാണുന്നുണ്ടോ? ക്ലിയർ ആണോ പക്ഷെ സ്ക്രീൻ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സെയിൽസ് ക്ലോസിംഗ് ആയിട്ട് കുറെ ടെക്നിക്കുകളുണ്ട്.
നിങ്ങൾ ഒരുപാട് കാര്യം പഠിക്കുക അങ്ങനെയൊന്നുമില്ല. സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു മേഖല എന്ന് വെച്ചാൽ നമുക്കൊരു സെയിൽസ് ക്ലോസിംഗ് ചെയ്ത് ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സമയത്താണ് അവിടെ ഒരു റിലേഷൻഷിപ്പ് ഓപ്പൺ ആവുന്നത്. ഒരു ഓപ്പൺ അപ്പ് റിലേഷൻഷിപ്പും ഒരു സെയിൽസിന്റെ ഒരു ക്ലോസിംഗ് നടക്കുന്നത് ഒരേ സമയത്താണെന്ന് പറയും. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസ് ക്ലോസിംഗ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കുറച്ച് ടെക്നിക്കുകൾ നമ്മൾ എന്ത് ചെയ്യും മനസ്സിലാക്കും. നിങ്ങൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്ന ഒരു അക്കാദമിയാണ് കേരള ബയോടെക് കമ്മ്യൂണിറ്റിയുടെ KBC അക്കാദമി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് സെയിൽസ് ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ അത് സെയിൽസ്മാന്റെ ജോലിയാണ്. നിങ്ങളുടെ നാട്ടിലുള്ള ഏത് സ്ഥാപനം എടുത്താലും, ഈവൻ ഗൾഫിലുള്ള രാജ്യങ്ങളിലെ ഏത് സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാതെ അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടില്ല. ചിലപ്പം സെയിൽസ്മാനെക്കാട്ടും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മാനേജർമാരും HR ഡിപ്പാർട്ട്മെന്റും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഈ സെയിൽസ്മാൻ കൊണ്ടുവരുന്ന ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു ഇൻകം ആണ് ആ കമ്പനിയെ റൺ ചെയ്യുന്നുണ്ടാവുക. സെയിൽസ് ഇല്ലെങ്കിൽ ഒന്നിനും നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ സെയിൽസിലും സെയിൽസ് മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയത് കൊണ്ട് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് എന്റെ സീനിയേഴ്സിന്റെ നിന്ന് കിട്ടിയതും മറ്റുള്ള ട്രെയിനേഴ്സിന്റെ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്തു നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സെയിൽസ്മാൻ ആകുക എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് ഞാനൊരു സെയിൽസ്മാൻ ആണ്, എന്നെ കൊണ്ട് ഇത് കഴിയും എന്ന് ഉറച്ചൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സെയിൽസ്മാൻ ആയാലുള്ള ഗുണം, നമുക്ക് എത്രത്തോളം പണം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ അത്രത്തോളം പണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖല സെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇന്ന് 10,000 വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പണിയെടുത്താൽ മതി. നിങ്ങൾക്ക് ഇന്ന് 1,00,000 വേണമെങ്കിൽ അതുണ്ടാക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട്, അല്ലെ? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് സെയിൽ ചെയ്യാൻ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും വിൽക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് സെയിൽസ് ആണ്. ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വീട്, ഒരു ബിൽഡിങ് അവരവിടെ മാർക്കറ്റ് ചെയ്യപ്പെട്ടു, പിന്നീട് അത് സെയിൽ ചെയ്യപ്പെടുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, അവർ ഇഷ്ടംപോലെ കമ്മീഷൻ ഉണ്ടാക്കുന്നു. കണ്ടിട്ടുണ്ടാവും. ഒരു ജ്വല്ലറി നടക്കുന്നത് പ്രോസസ് എന്താണ്? സെയിൽസ് ആണ്. ഒരു ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് നടക്കുന്ന പ്രോസസ് സെയിൽസ് ആണ്. നമ്മുടെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന നമ്മുടെ കൺസെപ്റ്റ് ഏറ്റെടുത്ത് നമ്മൾ നടത്തുന്ന പ്രോസസ്സ് ബേസിക് ആയിട്ടുള്ള കാര്യം സെയിൽസ് ആണ്. ഞാനും ഈ കൺസെപ്റ്റിലേക്ക് ഐഡിയ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതോ ഒരാള് എന്ത് ചെയ്താണ്, സെല്ല് ചെയ്തതാണ്. നമ്മളവർക്ക് സെല്ല് ചെയ്യപ്പെടാൻ വേണ്ടി നിന്ന് കൊടുത്താണ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു സെയിൽസ് എന്താണ് സെയിൽസ്? സെയിൽസിന്റെ ഡെഫിനിഷൻ, ഒരുപാട് ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബുക്കിലൊക്കെ പഠിച്ച് മരിച്ചവരായിരിക്കും കുറെ ആളുകൾ ഇതിനകത്തുള്ളത്. ഈ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരുപാടുണ്ടാവും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെയിൽസിന്റെ ഡെഫിനിഷൻ, സെയിൽസ് ഈസ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ നീഡ്. ഒരു കസ്റ്റമറുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് സെയിൽസ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൊവൈഡിങ് ദ റൈറ്റ് സൊല്യൂഷൻ. അവർക്ക് ശരിയായ അളവിലുള്ള ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതേപോലെ സൊല്യൂഷൻ ഓർ പ്രൊഡക്റ്റ് രണ്ടും എന്തോ ആവാം. ഒന്നുകിൽ ഒരു സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം. ദാറ്റ് ക്രിയേറ്റ്സ് വാല്യൂ, ബിൽഡ് ട്രസ്റ്റ് ആൻഡ് സാറ്റിസ്ഫൈസ് ബോത്ത് ദ കസ്റ്റമർ ആൻഡ് ദ ബിസിനസ്. ഞാനൊരു പ്രൊഡക്റ്റ് ഞാൻ സലീം സാറിന് തരുമ്പോ ഞാൻ സലീം സാറിന്റെ ലൈഫിൽ ഒരു വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയും എനിക്കും സലീം സാറിനും എന്ത് ചെയ്യണം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഡീലായിരിക്കണം സെയിൽസ്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ വിൽക്കുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു അവസരമാണ്. ഒരു ലൈഫ്, ഒരാളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അവസരമാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ വിൽക്കുന്നത്. അപ്പൊ അതില് വളരെ എന്താ പറയാ, വളരെ ഭംഗിയായിട്ട് അതിനെപ്പറ്റി ഒരാൾ എഴുതിയത്, സെയിൽസ് ഈസ് നോട്ട് അബൌട്ട് സെല്ലിംഗ് ദ, ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നത് മാത്രമല്ല, ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് എ ഡിഫറൻസ് ഇൻ സംവൺസ് ലൈഫ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ഒരുപാട് ആളുകൾ ഇതിനെ ശരിയായിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ഇതിനെ റോങ് ആയിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്. ഈ റോങ് ആയിട്ട് വിൽക്കുന്ന ആളുകൾ വിറ്റ സ്ഥലങ്ങളിലേക്ക്, ആ പഞ്ചായത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരുപക്ഷെ ഒരുപാട് തിരിച്ചടികൾ കിട്ടുന്നത്. അവിടെ ആ പ്രോഡക്റ്റ് എന്റെ വീട്ടിൽ 2 വർഷമായി അവിടെ ഉണ്ട്, ആരും ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ഫീൽഡിൽ പോകുമ്പോൾ കാണാൻ പറ്റും. എന്തുകൊണ്ടാ വെച്ചാൽ അവരെന്ത് ചെയ്തിട്ടില്ല, അവര്
കസ്റ്റമർ നീഡ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് അവരുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും ഒക്കെ ലൈഫിൽ മാറ്റങ്ങൾ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് വിറ്റ ആളുകളല്ല. അവര് തൽക്കാലം 2 പ്രൊഡക്റ്റ് വെച്ചാൽ ഫാമിലി ബോണസ് കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഈ നമ്മളിലേക്ക് വരും കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി നമ്മളൊരു മനുഷ്യനാകുമെന്നാണ്. ഒരു സെയിൽസ്മാൻ എപ്പോഴും ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കണം. ഒരു ഹ്യൂമിനിറ്റി ഉള്ള ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിത്വമായിട്ട് ആദ്യം മാറിക്കഴിഞ്ഞാൽ നമ്മളെ ആരും റിജക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മളോട് ആരും വേണ്ടെന്ന് പറയില്ല. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ക്വാളിറ്റി അപ്ലിഫ്റ്റ് ചെയ്യണം. റിജക്ഷനും ഒബ്ജക്ഷനും രണ്ടാണ്. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു ഒബ്ജക്ഷൻ വരുമ്പോൾ അത് റിജക്ഷൻ ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഫീൽഡിൽ വീണ്ടും ആ വീട്ടിൽ കയറി ചെല്ലാത്ത ആളുകളായിരിക്കും ഒരു പക്ഷേ ഇത് കൂടുതലും. അവർ വാങ്ങുന്നില്ല, അവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ എന്ത് ചെയ്തു, നമ്മളെ റിജക്ട് ചെയ്തു. മേ ബി പ്രൊഡക്റ്റ് ആവണമെന്നില്ല ചിലപ്പോ. ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നമ്മളോട് താല്പര്യമുണ്ട്, പ്രൊഡക്റ്റിനോടും താല്പര്യമുണ്ട്, പക്ഷെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒബ്ജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ നീഡ് മോർ ഇൻഫർമേഷൻ എന്ന് പറയാം. അവർക്ക് കുറെ കൂടി എന്ത് വേണം, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കുറച്ചും കൂടി കിട്ടണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു സെയിലായിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. റിജക്ഷൻ എന്ന് പറയുന്നത് പാടെ നമ്മളെ അവര് ഉപേക്ഷിക്കുകയാണ്. നീ ഇങ്ങോട്ട് മേലാൽ കയറി വരണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിജക്ഷൻ ആയിട്ട് കണക്കാക്കാം. പക്ഷെ ഇന്ന് വരെ ലോകത്തില് ഒരു സെയിൽസ്മാനെയും ആളുകൾ പൊതുവെ റിജക്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് അവന്റെ പേഴ്സണാലിറ്റി പോലെ ഇരിക്കും. നമ്മൾ നല്ലതാണെങ്കിൽ ആളുകൾ നമ്മൾ റിജക്ട് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊണ്ടുപോയി സംസാരിക്കുന്ന പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് സംസാരിക്കുന്ന പ്രൊജക്റ്റിനോടോ അവർക്ക് ഒബ്ജക്ഷൻസ് ഉണ്ടാവും. അത് കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ്മാന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം. അപ്പോ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എന്തിനാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്, ഏത് കസ്റ്റമറെയാണ് ഇന്ന് കാണാൻ പോകുന്നത്, ആ കസ്റ്റമർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, അല്ലെ? അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് ഇതിലൂടെ നൽകാൻ പറ്റും എന്ന് കോൺഫിഡൻസ് വേണം. ആദ്യം അതിന് നമുക്ക് എന്ത് വേണം, പ്രൊഡക്റ്റ് നോളജ് വേണം. അതേപോലെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റണം, ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം കാണുന്ന ആളുകളുടെ അടുത്തൊക്കെ, സംസാരിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ. അവിടെ ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല, ആദ്യം നല്ലൊരു ലിസണർ ആവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതൊരു ക്വാളിറ്റിയാണ്. ലിസണിങ് എന്ന് പറയുന്ന കേൾവിക്കാരനാകുക എന്നുള്ളതാണ് ആദ്യം. പക്ഷെ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് റേഡിയോ സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കുന്നു, കസ്റ്റമർക്കൊട്ടും മനസ്സിലാവുന്നില്ല എന്താണ് വാക്കൻസീസ്, എന്താണ് ബയോട്ടോറിയം, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണം കിട്ടും. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെന്താണ്, അവരാണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ എങ്ങനെ അവരെ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്ന തരത്തിലേക്ക് എത്തിക്കാം, അതാണ് ഒന്നാമത്തെ അറിവ് വേണ്ടത്. എങ്ങനെ നന്നായിട്ടൊന്ന് പ്രസന്റ് ചെയ്യാം, എങ്ങനെ ഈ സംസാരിക്കുന്ന ടോപ്പിക്കിൽ ഒരു വാല്യൂ എന്ത് ചെയ്യണം, കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു സെയിൽസ്മാൻ എന്ത് ചെയ്യുക, സംസാരിക്കുക. പലപ്പോഴും ഇതിൽ പുതിയ ആളുകൾ ഉണ്ടാവാം. പലപ്പോഴും നിങ്ങൾ 4 or 5 പ്രാവശ്യം പോയിട്ട് റിജക്ട് ചെയ്ത സ്ഥലത്ത് നിങ്ങളുടെ ഒരു അപ്ലൈൻ ലീഡർ വന്ന് സംസാരിച്ച് അരമണിക്കൂർ കൊണ്ട് സെയിൽ ക്ലോസ് ചെയ്ത് അവിടുന്ന് പൈസ ഗൂഗിൾ പേയോ ചെക്കോ ക്യാഷോ വാങ്ങി വന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ അനുഭവങ്ങളുള്ള ആളുകൾ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ പോയി 3-4 പ്രാവശ്യം സംസാരിച്ചു, സെയിൽസ് നടന്നില്ല. പക്ഷെ ഒരു അപ്ലൈൻ ലീഡറെ കൂട്ടി പോകുന്നു, അദ്ദേഹം ഒരു 15-20 മിനിറ്റ് സംസാരിക്കുന്നു, അദ്ദേഹം കസ്റ്റമറിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, യെസ്, അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. ഓക്കെ, റമി മോൾ. ഒരാൾക്ക് മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, ചന്ദ്രൻ സാർ. ഓക്കെ, ചന്ദ്ര സാറിന്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ ചന്ദ്ര സാറ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എത്താൻ കാരണം ചന്ദ്ര സാറ് വായത്ത സാറിന് കൊടുത്തു, വായത്ത സാറ് എനിക്ക് കുറച്ച്, അങ്ങനെയാണ് ഞങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അന്ന് മുതലേ ചന്ദ്ര സാറിനെ എനിക്കറിയാം. ചന്ദ്ര സാറ് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 90% അവിടെ ക്ലോസ് ചെയ്തിട്ട് പിന്നീട് ഇങ്ങോട്ട് പോരുന്നില്ല. പിന്നെ നമുക്ക് ചെറിയ പണിയുണ്ടാവും. നമ്മളെ എന്ത് ചെയ്യുക, ആ രീതിയിലേക്ക് മാറുമെന്നതാണ്. ഏറ്റവും മഹത്തായ സെയിൽസ്മാൻമാർ ലോകത്തില് സാധനങ്ങൾ വിൽക്കുന്ന കഴിവില്ല അവർക്കുണ്ടായിരുന്നു. അവർക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള
ഒരു കപ്പാസിറ്റിയും കഴിവുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. നമ്മൾ ഇന്നതാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. അതിന് ആദ്യം വേണ്ടത്, ആദ്യം ഞാനൊരു സെയിൽസ്മാൻ ആണ് എന്ന് വിശ്വസിക്കുക എന്നതാണ് ആദ്യം വേണ്ടത്. വളരെ സിമ്പിളാണ്. ഞാനൊരു സെയിൽസ്മാൻ ആണ്. അപ്പൊ ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തൊക്കെ അറിവുകൾ ഉണ്ടാക്കി, ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം. T+E+U എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ P ഫോർ പ്രിപ്പറേഷൻ, E ഫോർ ഇമോഷൻ, U ഫോർ അർജൻസി. ഇത് മൂന്നും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. P പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. എന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്താണ്, എന്തിനാണ്, ഇതിന്റെ കണ്ടന്റ് എന്താണ്, ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇതെങ്ങനെ ഉപയോഗിക്കണം, ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ആർക്കൊക്കെ ഉപയോഗിക്കാം, വളരെ വ്യക്തമായ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്, കസ്റ്റമറെ മനസ്സിലാക്കണം. പോകുന്നതിന് മുന്നേ അവിടെ എത്തിയിട്ട് സാർ എന്താ ചെയ്യുന്നത്, സാർ എത്ര വർഷമായി വർക്ക് ചെയ്യുന്നു, സാറിന് എന്താ അസുഖം, സാറിന് എന്താണ് ആവശ്യം, ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈ ലീഡറെ കൂട്ടിയിട്ടാണോ, നിങ്ങൾ ഒറ്റക്കാണോ പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നോ യുവർ കസ്റ്റമറാണ്. ആ കസ്റ്റമർ എന്താണ് നമുക്ക് അവിടെ സാധ്യത, പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോസിബിലിറ്റി കൂടുതൽ നമുക്ക് ബിസിനസ്സിനാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലോകത്തിലെ എല്ലാ മനുഷ്യരും രണ്ട് വേദന ഉണ്ടാവും. ഒന്ന് ആരോഗ്യപരമായ വേദന ഉണ്ടാവും, മറ്റൊന്ന് സാമ്പത്തികപരമായ വേദന ഉണ്ടാവും. ഈ രണ്ട് വേദനകളെ ഉണ്ടാവും. അപ്പൊ ഈ രണ്ടിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുള്ള കാലത്തോളം നമുക്ക് എവിടെയും കയറി ചെല്ലാൻ പറ്റും. പക്ഷെ പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം അവരുടെ വേദന. അണ്ടർസ്റ്റാൻഡിങ് ദ പെയിൻ ഓഫ് എ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു വേദന എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം. എന്നിട്ട് വേണം നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ബയോടൂറിയം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് ഇല്ല എന്ന് പറയാം. നമ്മുടെ പ്രൊഡക്റ്റിനും പ്രൊജക്റ്റിനും കോമ്പറ്റേറ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് ഈ ആ ഒരു പോയിന്റ്. പക്ഷെ ശരിയായ ഒരു സെയിൽസ്മാൻ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റർ ആരാണ്, അവരുടെ പ്രൈസ് എന്താണ്, അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ്, നമ്മുടെ ക്വാളിറ്റി അവരുടെ ക്വാളിറ്റി എന്താണെന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് മോർപോറിനാണെങ്കിൽ, അൾട്രാവറിക് ആണെങ്കിലും, സീവക്തർ ആണെങ്കിലും, നമ്മുടെ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾക്കാണെങ്കിലും, നമ്മുടെ നമ്മുടെ പശുവിന്റെ നെയ്യാണെങ്കിലും നിലവിൽ നമുക്ക് കോമ്പറ്റേറ്റേഴ്സ് ഇല്ല. പക്ഷെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റേഴ്സ് ആരാണ്, നമ്മളാണെന്നുള്ളതാണ്. എന്തൊക്കെ കമ്പനി മൂല്യമുള്ള പ്രൊഡക്റ്റ് തന്നാലും നമ്മൾ എവിടെയെങ്കിലും ചൂന്നു നോക്കും, ഇതേപോലത്തെ സാധനത്തിന് വില കുറച്ചിട്ട് കിട്ടുന്നുണ്ടല്ലോ. സീവക്ത്രോൺ ഇറങ്ങി ഈ വൈഡ്രത്തിന്റെ. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു 600 രൂപക്ക് സീവക്ത്രോൺ കിട്ടാനുണ്ട്, 900 രൂപക്ക് കിട്ടാനുണ്ട്, ഓൺലൈൻ ഉണ്ടെന്നുള്ളത്. എന്തുകൊണ്ടാ, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന്റെ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ പ്രൊഡക്റ്റില് omega-3, 6, 7, 9 അടങ്ങിയിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ്, അതിന്റെ കളർ ഡാർക്ക് ഓറഞ്ച് കളറായിരിക്കും. മറ്റുള്ള സീവക്ത്രോണിന്റെ കളർ ഡാർക്ക് യെല്ലോ ആയിരിക്കും. ഒന്ന് ലഡാക്കിന്റെ താഴ്വരയിൽ ഉണ്ടാകുന്ന സെക്കൻഡ് ക്വാളിറ്റി ഉള്ള സീവക്ത്രോണും നമ്മുടേത് ഹിമാലയത്തില് ഏറ്റവും -40 വരെ ടെമ്പറേച്ചറിലും +40 വരെ ടെമ്പറേച്ചറിലും കായ്ക്കുന്ന മരത്തിൽ നിന്നും എടുക്കുന്ന പ്രൊഡക്റ്റ്. അതായത് ഇവിടെ പ്രൊഡക്റ്റിലെ ക്ലാസ്സിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ രണ്ടും തമ്മിൽ ആനയും അണ്ണാക്കൊട്ടനും പോലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ ആസ് എ സെയിൽസ്മാൻ എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാനത് മനസ്സിലാക്കുന്നില്ല. അതാണ് നമ്മുടെ പരാജയം. അപ്പൊ ആദ്യം വേണ്ട ട്രസ്റ്റ് വേണം. കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റുകളിൽ, കമ്പനിയിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റും. വിശ്വാസം കുറയുമ്പോൾ നമുക്ക് ഒബ്ജക്ഷൻസ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് കസ്റ്റമറിലേക്ക്. അപ്പോ എന്ത് ചെയ്യാ, കോമ്പറ്റീറ്റർ മനസ്സിലാക്കുക. ഞാൻ മാർക്കറ്റിൽ പോകുന്നത് എന്തിനാണ്, ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഇന്ന് എനിക്കൊരു 5000 രൂപ വേണം, സിമ്പിൾ ഗോളാണ്. അതിന് എന്ത് ചെയ്യണം, മിനിമം 2 പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്താൽ പോരെ. ആ തരത്തിലേക്കുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് വേണം എല്ലാ ദിവസവും മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മള് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. പ്രിപ്പയർ ചെയ്യണം. എന്താ പറയാ പ്രിപ്പയർ മലയാളത്തിൽ നമ്മള് എന്താ പറയാ, ഒരുങ്ങുക. ഓക്കെ, അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല നമ്മള്. എന്താ പറയാ, ഒരു സാമ്പാർ വെക്കാൻ പോകുന്ന ആൾക്ക് അവിടെ എന്തൊക്കെ കഷ്ണം വേണമെന്നും, കായം വേണം, ഉപ്പ് വേണം, മുളക് വേണം, മല്ലിപ്പൊടി വേണം എന്നൊക്കെയുള്ള വളരെ വ്യക്തമായ ധാരണ ഉണ്ടാവും. അല്ലെ, ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവും. എന്തിനും ധാരണ ഉണ്ടാവും. അവരെന്ത് ചെയ്യും, അവരില്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്യും. നമ്മൾ രാവിലെ അങ്ങ് ഇറങ്ങും, കണ്ടവരോടൊക്കെ പോയിട്ട് എന്തൊക്കെയോ പറയും, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ. അതുകൊണ്ടാണ് ഒബ്ജക്ഷൻസ് വരുന്നത്. വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി മുതൽ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതാണ്. 2, ഇമോഷൻസിന്റെ പ്രാധാന്യം സെയിൽസ് എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ
ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തീരുമാനിക്കുന്നത് അയാൾക്ക് ആ പ്രൊഡക്റ്റിനോടോ അല്ലെങ്കിൽ നിങ്ങളോടോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പലതും വാങ്ങിച്ചത് ആ ഒരു പരസ്യത്തിലൂടെയോ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന സമയത്തോ നമുക്ക് അതിനോട് തോന്നിയ ഒരു ഇമോഷണൽ ഒരു ബോണ്ടിങ് അല്ലെ, അതുകൊണ്ടാണ്. അവിടെയും നമുക്ക് ആദ്യം വേണ്ടത് ആ കസ്റ്റമർ അയാളുടെ പ്രൊഫൈൽ എന്താണ്, അയാളുടെ പ്രൊഫൈൽ, അയാളോട് സംസാരിക്കുമ്പോൾ അയാളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു പോലീസുകാരനോട് സംസാരിക്കാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ബന്ധത്തിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ എന്തുണ്ടാവും, ഒരു ഇമോഷണൽ ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ അവിടെ കിട്ടും. നമ്മൾ ഇരിക്കാൻ പോകുന്ന ഡോക്ടർ അടുത്താണെങ്കിൽ മറ്റുള്ള ഒരു ഡോക്ടറുടെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഒന്ന് കയറി പോകാൻ പറ്റും. ഒരു മിലിറ്ററി ഓഫീസർ ആണെങ്കിൽ, ഒരു സാധാരണക്കാരനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ ജോലിയായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സമാനമായ ജോലിയിലുള്ള ഒരാൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഒരു കുറച്ച് സ്റ്റോറി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെയാണ് പ്രൊഡക്റ്റിനോട്. ആ പ്രൊഡക്റ്റിനോട് അവർക്കൊരു ഇമോഷണൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റണമെന്നുള്ളതാണ്. അതിനാദ്യം വേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറെ മനസ്സിലാക്കിയതിനു ശേഷം കസ്റ്റമറുടെ ഒരു എമ്പതി, ഒരു അനുകമ്പ വേണം നമുക്ക്. അവരുടെ ദയയല്ല വേണ്ടത്. ഒരു കസ്റ്റമർ, നിങ്ങൾ ഈവൻ നമ്മൾ ഈ പ്രൊഡക്റ്റ് രോഗികൾക്കുള്ളതല്ല എന്ന് പറയുമെങ്കിൽ നമ്മളിപ്പോ പോകുന്ന 95% കാണുന്ന ആളുകൾ രോഗികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളുകളെടുത്ത് നമുക്ക് അവരോട് ഒരു സഹാനുഭൂതി ആണ് വേണ്ടത്. അവരെ കെയർ ചെയ്യാൻ വന്ന ആളുകളാണ് നമ്മൾ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ബോധിപ്പിച്ചെടുക്കാൻ പറ്റണം. അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്ന, ഐ വിൽ ഹെൽപ്പ് യു എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യണം. അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് നിൽക്കുന്നത് എന്നുള്ള ചിന്തയില്ലാതെ എന്തെങ്കിലും കള്ളം പറഞ്ഞ പ്രൊഡക്റ്റ് വിറ്റ് വരരുത്. അവിടെ നമുക്ക് പിന്നീട് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാ, നല്ല ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് തോന്നണം, കുറച്ച് സമയം കൂടി ഇദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഫീലിങ്സ് അവർക്ക് ഇട്ട് കൊടുക്കണം. പ്രൊഡക്റ്റ് ഒക്കെ സെക്കൻഡറി ആണ്, അതിലേക്ക് നമുക്ക് വരാം. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അർജൻസി എന്ന് വെച്ചാല് പെട്ടെന്ന് എടുക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥ അവരിൽ ക്രിയേറ്റ് ചെയ്യണം. പെട്ടെന്ന് വിൽക്കണം എന്നുള്ള മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അതിനെന്താ ചെയ്യാ, അതിന് നിങ്ങൾ അവിടെ പോയി ഇരുന്ന് ഒരു അരമണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്ന കഥകളൊക്കെയും ഇതിന്റെ പോസിറ്റീവ് സൈഡുകളും ഇത് ഉപയോഗിച്ച ആളുകളുടെ റിസൾട്ടുകളും ഇത് ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണങ്ങളും അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് എന്തായാലും വാല്യൂ ബേസ് സംസാരങ്ങൾ അവിടെ ഉണ്ടാകുന്നതാണ്. നമ്മൾ അവിടെ പോയി അവർക്ക് തോന്നുന്ന കുറെ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിപ്പിച്ച് ഉത്തരങ്ങൾ അങ്ങോട്ട് പറയാത്ത തരത്തിലേക്ക് ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരരുത്. അപ്പൊ നമ്മൾ ആദ്യം ഒന്നും കൂടി പറയാണ്, ആദ്യം കസ്റ്റമറെ മനസ്സിലാക്കുക, കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കുക, അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് അവിടെ വന്നത് എന്ന്, ഒരു ദൈവം അയച്ചതുപോലെയാണ് നമ്മൾ അവിടെ എത്തപ്പെട്ടത് എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവണം. അതിനാദ്യം നമ്മൾ അവർ പഠിക്കണം. അപ്പൊ അവരുടെ ഒരു പെയിൻ, അത് മേ ബി അത് ഫൈനാൻഷ്യൽ പെയിൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ അത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ബോഡി പെയിൻ ആയിരിക്കാം. ഇത് രണ്ടിനും ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത് ദൈവമാണ് എന്ന് പ്രൊഡക്റ്റ് വാങ്ങിയതിനു ശേഷം അവർ എന്തായാലും പറയും. പക്ഷെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു 15 മിനിറ്റ് സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നാം ഇത് കൊള്ളാം, ഇത് എനിക്ക് വേണ്ടിയിട്ട് ആരോ അയച്ചതാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ അപ്രോച്ചിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറയണം കസ്റ്റമർ. അവിടെയാണ് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങില്ല എന്നതാണ്. പീപ്പിൾ ബൈ ഫ്രം ഹൂം ദേ ട്രസ്റ്റ് എന്ന് പറയാം. വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ ഓരോരുത്തരും പ്രൊഡക്റ്റ് വാങ്ങി അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇമോഷണലി ഒരു ബോണ്ടേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണം. അത് ചിലപ്പോൾ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ നടക്കില്ല, അന്ന് നിങ്ങൾ സെയിൽസ് ക്ലോസ് ചെയ്യപ്പെടില്ല എന്നുള്ളൊരു സിഗ്നൽ കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തോട് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റും വച്ചിട്ടൊന്നും അവിടെ സംസാരിക്കണ്ട. അദ്ദേഹത്തോട് ഈ നാട്ടിലെ മഴയുടെ കാര്യവും ചുരടി ഇടിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിച്ചു, കുഴപ്പമില്ല.
അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ടോപ്പിക്ക് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം നേടിയെടുത്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാം. ക്ലിയർ? നാളെ നമുക്ക് പോകേണ്ടതാണ്. അപ്ലൈ ലീഡറെ കൂട്ടി നാളെ പോകേണ്ടതാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു പാലത്തിന് തീയിട്ടിട്ട് തിരിച്ചു വരരുത് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ. നാളെയും നമുക്ക് എന്ത് ചെയ്യണം, ആ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടതാണ്. നാളെ നമുക്ക് വേറെ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനുള്ള ഒരു ബിലീഫ് അല്ലെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എപ്പോഴും എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഡ്രസ് കോഡാണ്. ഈ വലതു ഭാഗത്ത് കാണുന്ന രണ്ട് വ്യക്തികളുണ്ട്. ഒരു വെള്ളക്കോട്ടിട്ട ഒരു വ്യക്തി, അതേ വ്യക്തി തന്നെ ഈ വെള്ളക്കോട്ട് ഊരിക്കഴിഞ്ഞാലുള്ള അദ്ദേഹത്തിന്റെ ബോഡി. ഇതിൽ രണ്ടുപേരിലും വ്യക്തിത്വത്തിന് എന്താ വ്യത്യാസം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. കാണുന്നുണ്ടോ നിങ്ങൾ? ചന്ദ്രമാഷ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓ, കാണുന്നു. ഓക്കെ. നമ്മൾ മാർക്കറ്റിലേക്ക് പോകുമ്പോ ഡ്രസ് കോഡ് ശ്രദ്ധിക്കാറുണ്ട്. നമ്മള് ലക്ഷങ്ങളുടെ കണക്കുകൾ, ലക്ഷങ്ങളുടെ കഥ പറയാൻ പോകുന്ന ആളുകൾ നമ്മുടെ ഡ്രസ് കോഡ് എന്ത് ചെയ്യാം, ആദ്യം ചേഞ്ച് ചെയ്യുന്നതാണ്. നമ്മൾ ഈ രണ്ട് വ്യക്തികൾ ആരിൽ നിന്നാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ഒന്നാമത്താണോ രണ്ടാമത്തെയാണോ? നിങ്ങൾ തന്നെ ആലോചിച്ചു. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ അറിയും അല്ലെ? അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറെ കാണാൻ പോകുമ്പോ എന്ത് ചെയ്യാം, വൃത്തിയായി ഇൻസൈഡ് ആക്കണം, ഷൂടണം എന്ന് പറഞ്ഞില്ല, പക്ഷെ അട്രാക്റ്റീവ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഡ്രസ് കോഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളൊരു പ്രൊഫഷണൽ ആണ് എന്ന് കാണുന്ന ഒരാൾക്ക് തോന്നണം. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ വളരെ ഭംഗിയായി ഷേക്ക് ഹാൻഡ് കുടിക്കാൻ പഠിക്കണം. ഇങ്ങനെ ഹൈഫൈ ഒന്നും കൊടുക്കരുത്, വളരെ ജെന്റിലായിട്ടുള്ള ഒരു ഷേക്ക് ഹാൻഡ് ആയിരിക്കണം. അതുപോലെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഷേക്ക് ഹാൻഡ് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷെ ഒരു സ്ത്രീ ഒരു ഷേക്ക് ഹാൻഡ് തന്നു കഴിഞ്ഞാൽ അത് നിരസിക്കാനും പാടില്ല. ഒരു സൈക്കോളജിക്കലി അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും നല്ല കോൺഫിഡന്റോടുകൂടി സംസാരിക്കുക, ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും പറഞ്ഞാണ്. ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് വെച്ചാല്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാല്, ഒരു ടെക്നിക്ക് ഉണ്ട്. എപ്പോഴും ലോകത്തിലെ എല്ലാ സെയിൽസ്മാൻമാരും പ്രീമിയം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന സെയിൽസ്മാൻമാരും നമ്മൾ എന്താ പറയാ, നമ്മളെക്കാട്ടും ഏറ്റവും ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയാം. സോഫ്റ്റ് ടെക്നിക് എന്ന് പറയും. സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് എപ്പോഴും സ്മൈലിംഗ് ഫേസ് ഉണ്ടായിരിക്കണം, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിക്കണം. പുഞ്ചിരി ജന്മനാ നമുക്ക് കിട്ടിയ ഒരു കഴിവാണ് പുഞ്ചിരി. ഒരു പ്രസവിച്ച ഒരു കുട്ടി പോലും പുഞ്ചിരിക്കാതിരുന്നിട്ടില്ല. ഒരു കുട്ടി 400 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പുഞ്ചിരിക്കുന്നുണ്ട്. അതിന് ബുദ്ധി വെക്കുന്നതിനനുസരിച്ചിട്ട് പുഞ്ചിരിയുടെ എണ്ണം കുറയുന്ന പറയാണ്. അപ്പോ പ്രായപൂർത്തിയായ ഒരാള് ഒരു 5 പ്രാവശ്യം പോലും പുഞ്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പുഞ്ചിരിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ കവളൊക്കെ എന്ത് ചെയ്യും, അവിടെയൊക്കെ സ്റ്റിഫ്നെസ് വരുന്നതാണ്. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യം കൂടും. ഇപ്പൊ പുഞ്ചിരിക്കാൻ എന്തായിരിക്കും എളുപ്പമായി? പുഞ്ചിരിക്കാൻ നോക്കുമ്പോൾ ബജാജ് അലയൻസ്, ബജാജ്, മറ്റേത് കുടുംബശ്രീ, പിന്നെ EMI ഇതൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ പുഞ്ചിരിക്കാൻ മടി. പക്ഷെ പുഞ്ചിരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയാൽ നമ്മൾ പുഞ്ചിരിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തിരിച്ചടികളെ കിട്ടും. അപ്പൊ പുഞ്ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കണ്ണാടിന്റെ മുന്നിൽ പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, വെറുതെ പുഞ്ചിരിക്കുക. വെറുതെ ചുമ്മാ. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടോ. പുഞ്ചിരിക്കാൻ നമുക്ക് പറ്റാത്തത് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഉള്ളതുകൊണ്ടായിരിക്കും. പ്രത്യേകിച്ച് വേറെ റീസൺ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ പുഞ്ചിരി ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്ന് പറയാം. നമ്മൾ എന്ത് ചെയ്യാം, അത് ആദ്യം കള്ളത്തരത്തിലൂടെ എന്ത് ചെയ്യാ, പുഞ്ചിരിക്കുക. അതങ്ങനെ പുഞ്ചിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മുടെ സ്വഭാവമായിട്ട് മാറിക്കൊള്ളും. അപ്പൊ നമ്മുടെ കവളൊക്കെ നോക്കാൻ തുടങ്ങും, കവളൊക്കെ കാണാൻ ഭംഗി ഉണ്ടാവും, പുഞ്ചിരിക്കുന്ന മുഖം അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കിയാണെങ്കിൽ, നിങ്ങൾ ഭാഷയൊന്നും അറിയാത്തൊരു നാട്ടിലെത്തി, റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ടൗണിലാണെങ്കിൽ ഒരുപാട് ആളുകൾ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഭയങ്കര ഗൗരവത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സങ്കടത്തിലാണ് അവരുടെ മുഖം. പക്ഷെ കൂട്ടത്തിൽ ഒരാള് മാത്രം നമ്മളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാളോട് പുഞ്ചിരിക്കുന്നു. നമ്മളൊരു വഴി ചോദിക്കണമെങ്കിൽ, ഈവൻ ചായ എവിടെ കിട്ടുമെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത്, അതൊരു 100 മീറ്റർ അപ്പുറത്താണെങ്കിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തോട് ചോദിക്കും. എന്തുകൊണ്ട് അങ്ങനെ വെച്ചാൽ പുഞ്ചിരിക്ക് ഒരു അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രി അവിടെ കിട്ടും. ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ പഠിക്കുക.
നമ്മൾ സ്ട്രേഞ്ചേഴ്സിനോട് പുഞ്ചിരിക്കുന്ന സമയത്തല്ലേ ബസ് എന്നൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞ് നീങ്ങി തരുന്നത്. സീറ്റ് അവിടെ സ്ഥലമില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് സ്ഥലം ഒരുക്കി തരും. നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ മതി, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, പുഞ്ചിരി എന്ത് ചെയ്യും, നമുക്കൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. രണ്ട് ഓപ്പൺ പോസ്റ്റർ ആയിരിക്കണം. ഓപ്പൺ പോസ്റ്റർ എന്ന് വെച്ചാൽ ഒരിക്കലും ഇങ്ങനെ കൈയൊന്നും കെട്ടിട്ട് സംസാരിക്കാൻ പാടില്ല, കാല് ക്രോസ് ചെയ്ത് വെച്ച് സംസാരിക്കാൻ പാടില്ല. എപ്പോഴും നമ്മളെപ്പോഴും ഓപ്പൺ ആയിരിക്കണം സംസാരിക്കുന്ന സമയത്ത്. നമ്മുടെ കൈ എന്ത് ചെയ്യണം, ഈ ഒരു അകലത്തിൽ നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് മാത്രം അറിയാതെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന നമ്മുടെ പ്രോസ്പെക്ട് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ എന്ത് ചെയ്യും, നമ്മളോട് ഓപ്പൺ ആക്കും. അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു പോസ്റ്റർ എപ്പോഴും കീപ്പ് ചെയ്യുക. അത് ബോധപൂർവം ആദ്യം എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പലരും സെയിൽസിൽ ഇറങ്ങാത്ത ആളുകൾ ഉണ്ടാവും. അവരെന്ത് ചെയ്യാന്ന് വെച്ചാല് മനഃപൂർവ്വം എന്ത് ചെയ്യുക, സംസാരിക്കുന്ന സമയത്ത് കൈയൊന്നും കെട്ടാതെ, ചിലപ്പോൾ നമ്മുടെ ഉള്ളില് കോൺഫിഡൻസ് കുറയുമ്പോഴാണ് കൈ കീശയിൽ പോവുക, കൈ അല്ലെങ്കിൽ ബാക്കിൽ പോവുക, അല്ലെങ്കിൽ കൈ കെട്ടുക, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ അപ്പൊ നമ്മൾ സംസാരിക്കുന്ന മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും. നമ്മൾ എന്താണ് പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ ഒരു കസ്റ്റമറിലേക്ക് എത്തില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, മനഃപൂർവ്വം ഓപ്പൺ അപ്പ് ചെയ്യുക. അതേപോലെ ഇരിക്കുന്ന സമയത്ത്, ഞാനിപ്പോ ഇരിക്കുന്നത് മുന്നോട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഒരുപക്ഷെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ചിലപ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇപ്പോ അറിയാതെ. പക്ഷെ ഞാനിങ്ങനെ ഒരു ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ ഇരുന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം, സ്മൈൽ, പുഞ്ചിരിക്കണം. നിങ്ങൾ പോസ്റ്റർ ഓപ്പൺ ആയിരിക്കണം, എപ്പോഴും കൈകെട്ടാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ഫോർവേഡ് ലീൻ എന്ന് വെച്ചാൽ മുന്നോട്ട് കുനിഞ്ഞിരുന്നിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ കേൾക്കാൻ രസമുണ്ടാവും. സമയം ഞാനിങ്ങനെ നിങ്ങൾ അടുത്തേക്ക് മുന്നിലേക്ക് കുനിഞ്ഞിരിക്കുന്ന സമയത്ത് അതുവരെ നിങ്ങളെ മുന്നിലിരുന്ന വ്യക്തിയുടെ പോസ്റ്റർ നമ്മൾ പഠിക്കണം. അദ്ദേഹം ഗൗരവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹം മെല്ലെ എന്ത് ചെയ്യാൻ പറ്റും, വളയാനുള്ളൂ ഇങ്ങോട്ടേക്ക്. ആ വളയുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ അണ്ണാക്കിലോട്ടാണ് നമ്മൾക്ക് നമ്മുടെ ഫീൽ ചെയ്ത സാധനങ്ങളൊക്കെ നിറച്ചു കൊടുക്കേണ്ടത്. അതെപ്പോഴും ഓർമ്മിക്കുക. അല്ലാതെ അദ്ദേഹം കൈയും കെട്ടി ഗൗരവത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് അയാളുടെ ചെവിയിൽ മാത്രമേ അത് കേൾക്കൂ, അത് തലച്ചോറിലേക്ക് പോകില്ല, ഹൃദയത്തിലിട്ട് ഇറങ്ങില്ല. ഓക്കെ, ടച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെന്റിലായിട്ട് ടച്ച് ആയിരിക്കണം. അതേപോലെ തന്നെ ഐ കോണ്ടാക്ട് പെർഫെക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ നോഡ് എന്ന് പറഞ്ഞ തല, ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങളും അതേന്ന് എന്ത് ചെയ്യും, തല കുലിക്കും. എന്നാണെങ്കിൽ നോ 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 എന്ന് പറയുന്നത് റിജക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് അറിയാതെ നമുക്ക് അവരെ ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാ പിന്നെ സാറേ ഇപ്പൊ തന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയാതെ അതിനുള്ളിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്തതിലേക്ക് മെല്ലെ തലകുലുക്കി എടുക്കണം. അറിയാതെ അദ്ദേഹം ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ക്യാഷോ എടുത്തു തരുന്ന. നോഡ് എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി എന്ന് പറയാ, ഹെഡ് നോഡ് എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റമർ നോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിയാണ് ഇന്ന് കസ്റ്റമർ നിങ്ങൾ പറയുന്ന സമയത്ത് തല കുലുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ താല്പര്യം വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അവിടെ അധികം സർക്കസ് കാണിക്കാൻ നിൽക്കരുത്. പൈസ വാങ്ങുക, പ്രൊഡക്റ്റ് കൊടുക്കുക, ഇറങ്ങിക്കോളുക. ഓക്കെ, മാസ്റ്റർ സോഫ്റ്റ് എന്ന ഈ ടെക്നിക്ക് കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വളരെ പുഞ്ചിരിക്കുക എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഓപ്പൺ പോസ്റ്ററിൽ സംസാരിക്കുന്നതും, ഫോർവേഡിൽ മുന്നോട്ട് ആഞ്ഞിരുന്ന് സംസാരിക്കുന്നതും, അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ബ്രോഷർ കൊടുത്ത് ടച്ച് ഒരു ഇമോഷൻ ബോണ്ടേജ് ഉണ്ടാക്കുന്നതും, കണ്ണിൽ നോക്കി സംസാരിക്കുന്നതിൽ എന്താ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉള്ളത്? ഒരാൾ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ മാത്രമേ അയാളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമാണ്, സത്യസന്ധമാണ് എന്ന് മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കണം. തുറിച്ചു നോക്കി സംസാരിക്കാനല്ല. നിങ്ങൾ സംസാരിക്കുന്നതിൽ ഒരു 70% സമയത്തും നിങ്ങളുടെ കണ്ണ് അദ്ദേഹത്തിന്റെ കണ്ണുമായിട്ട് നടക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്ത് ചെയ്യാം, ഇങ്ങനെയാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യാന്നുള്ളതെ വേറെ ഓപ്ഷൻ ഇല്ല. എത്ര സൂം കേട്ട് കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കുന്നവർക്കുള്ളതാണ് ഈ പരിപാടിയൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇന്ന് ഫീൽഡിലേക്ക് ഇറങ്ങുക, മഴയാണ് എന്ന് വിചാരിക്കണ്ട. ഇതുവരെ വാങ്ങാത്ത 10 പേരിലെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തും ആ വീട്ടിലൊക്കെ ഒരു ചെറിയ ബ്രോഷർ എടുത്ത് പോവാ, സംസാരിക്കുക. ഓക്കെ, സെയിൽസിന് ഒരു ഫണൽ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കോമൺ ആയിട്ട് ഒരാൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടൊരു പ്രോസസ് ഉണ്ട്. ഒന്ന് സസ്പെക്ട് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. സസ്പെക്ട് ലിസ്റ്റിൽ നിന്നാണ് പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്.
ഈ പ്രോസ്പെക്റ്റിനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, അല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. അതിന് ഒരുപാട് രീതികളുണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്നുകിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റും. ABC കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സ് എല്ലാം പ്രോസ്പെക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പോയാൽ സംസാരിച്ച ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഒറ്റയ്ക്ക് പോകാവും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ആയിട്ടുള്ള നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ അപ്ലൈ ലീഡറെ കൂട്ടിയിട്ട് വേണം നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അപ്രോച്ച് ചെയ്തതിന് ശേഷം, ഒരു കസ്റ്റമറെ സമീപിച്ചതിന് ശേഷം നടക്കുന്ന പ്രോസസ്സാണ് നെഗോഷിയേഷൻ, അല്ലെ? ഇവിടെ പിന്നെ നമുക്ക് പ്രൈസിന് നെഗോഷിയേഷൻ ഇല്ല. പിന്നെ എന്താണുള്ളത് അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ പറയാ, അദ്ദേഹത്തിന്റെ സംശയങ്ങളെ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആസ് എ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്ന രീതിയിൽ ഞാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ നെഗോഷിയേഷൻ നടക്കണം. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, അല്ലെ? ആ നെഗോഷിയേഷൻ കഴിയുമ്പോഴാണ് കസ്റ്റമർ നമ്മളോട് കുറെ സംശയങ്ങൾ ചോദിക്കും. വിലയുടെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അതിന്റെ ഗുണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നെഗോഷിയേഷൻ നടന്നതിന് ശേഷം മാത്രം നടക്കുന്ന പ്രോസസ്സാണ് ക്ലോഷർ എന്ന് പറയുന്നത്, അല്ലെ? അവിടെ സെയില് ക്ലോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്ത് നമുക്ക് ഓർഡർ കിട്ടും. ഈ ഒരു സസ്പെക്ട്, പ്രോസ്പെക്ട്, അപ്രോച്ച്, നെഗോഷിയേഷൻ, ക്ലോസർ, ഓർഡർ, ഈ ഒരു 6 ലെവൽ കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യപ്പെടുന്നത്. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. ഒരു പെണ്ണ് കാണാൻ പോകുന്ന സമയത്തും സംഭവിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ കണ്ടവരൊക്കെ പറഞ്ഞ അഡ്രസ്സിലുള്ള പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ അഡ്രസ്സ് കൈ കിട്ടുമ്പോൾ അതൊരു സസ്പെക്ട് ലിസ്റ്റിലേക്ക് വന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി അത് നമുക്ക് പറ്റിയ കുടുംബമാണ് അല്ലെങ്കിൽ ആ കുട്ടി കൊള്ളാം എന്ന് ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ശരി, അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അനലൈസ് ചെയ്യുന്ന ഘട്ടത്തിൽ വരുന്ന പ്രോസസ്സിന്റെ പേരാണ് പ്രോസ്പെക്ട്. അപ്പൊ 10 അഡ്രസ് കിട്ടിയതിൽ 4 നമ്മൾ റിജക്ട് ചെയ്തു അല്ലെങ്കിൽ 6 നമ്മൾ തള്ളി ഒഴിവാക്കി. അത് പോകുന്നത് സസ്പെക്ട് ലിസ്റ്റിൽ പോകുന്നു. ബാക്കി 4 അവിടെ പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് വരുന്നു. ഈ പ്രോസ്പെക്ട് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നിനെ സെലക്ട് ചെയ്തത്, അല്ലെ? ആ ഒന്നാണ് നമ്മുടെ സെയിൽ ക്ലോസിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറായി മാറാൻ പോകുന്നത്. അപ്പൊ അത്ര സിമ്പിൾ ആണ് ഈ പ്രോസസ്സ്, അല്ലാണ്ട് ഇത് ഭയങ്കര സംഭവമൊന്നുമില്ല. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു പ്രോസസ്സ് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ സസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ 2 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഒരു കടുവ അതിന്റെ ഇര തേടി നിൽക്കുന്ന സമയത്ത് അത് ചുറ്റുപാടും നോക്കുമ്പോൾ ഒരുപാട് മാനിനെ കാണും. ഈ മാനുകളൊക്കെ അതിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള മാനുകളാണ്. ക്ലിയർ? നമ്മുടെ കസ്റ്റമറുടെ സസ്പെക്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ പ്രൊജക്റ്റും വേണ്ട ആളുകളൊക്കെ നമ്മുടെ സസ്പെക്ട് ലിസ്റ്റാണ്. ആ ലിസ്റ്റ് എന്ത് ചെയ്യണം, ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. അയാൾക്ക് ഇത് കൊടുക്കണം, ഇയാൾക്ക് ഇത് കൊടുക്കണം, മറ്റേയാൾക്ക് ഇത് കൊടുക്കണം, അയാളുടെ അമ്മാവന് ഇത് കൊടുക്കണം, അയാളുടെ അച്ഛന് ഇത് വേണം, അയാളുടെ അമ്മക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്ന ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ ലിസ്റ്റ് ചെയ്തു. സസ്പെക്ട് ലിസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കീറി മുറിച്ച് ഇത് എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് ഒരു കടുവ ഒരു മാനിന്റെ സഞ്ചാരം നിരീക്ഷിക്കുന്നത് പോലെ ഇതെവിടെ വെള്ളം കുടിക്കാൻ വരുന്നത്, ഇതെവിടെയാണ് പുല്ല് തിന്നാൻ വരുന്നത്, അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഇരതേടി പിടിക്കുന്നത്. ഒരു കടുവ ചെയ്യുന്ന പണിയെങ്കിലും നമ്മൾ ചെയ്യാൻ നല്ലതാണ്. അപ്പോഴാണ് നമ്മൾ അത് നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് വരുന്നത്. ആ പ്രോസ്പെക്റ്റിനെയാണ് നമ്മൾ പിന്നെ ക്ലോസ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുള്ള എല്ലാ ആൾക്കാരും നമ്മൾ ഒരു സസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, എഴുതി വെക്കുന്നു. പിന്നീട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ലീഡറായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് മാറ്റുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അവരെ എന്ത് ചെയ്യാം, നമ്മൾ പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് മാറ്റി വെക്കുന്നതാണ്. അപ്പൊ പ്രോപ്പറായി എന്ത് ചെയ്തു, അവർക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ എന്ന് മനസ്സിലാക്കുന്ന ആ സമയത്താണ് അവര് ക്വാളിഫൈഡ് ആകുന്നത് നമ്മുടെ പ്രോസ്പെക്ട് ആകാൻ വേണ്ടി. അങ്ങനെ ചിന്തിക്കണം. കാരണം നമ്മുടെ കയ്യിലുള്ള അത്രയും മൂല്യമുള്ള ഒരു ഉൽപ്പന്നമാണ്, കണ്ടവർക്കൊന്നും കൊടുക്കാനുള്ളതല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കും വേണം. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അവർ പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് വരുന്നത്. മറ്റേത് നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നത് അവരറിയുന്നില്ല. നമ്മൾ എപ്പോഴാണ് അവരെ അറിയിക്കുന്നത് ആ നിമിഷം മുതൽ അത് നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റിലേക്ക് വന്നു. ഓക്കെ, അവിടെ ഈസി ആയിട്ട് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പോകുന്ന ആളുകളെ ഒന്ന് പഠിക്കുക. അപ്പൊ ആ പ്രോസ്പെക്ട് ലിസ്റ്റ് നിന്നാണ് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുക. ബെറ്റർ ആയിട്ട് പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഒബ്ജക്ഷൻസ് ഇല്ലാതാക്കാൻ പറ്റും ഒരു പരിധി വരെ. ഒരു 90% ഒബ്ജക്ഷൻസും നമ്മൾ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രോപ്പർ ആണെങ്കിൽ. അപ്പൊ എങ്ങനെയാ ഈസി? അപ്പൊ പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയേണ്ടത്, ഞാനിപ്പം എന്താ പറയാ, ഇതിലിപ്പോ ഇരിക്കുന്ന ഒരാള് ഇപ്പൊ ആന്റണി സാറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ആന്റണി സാർ ഇന്നലെ വരെ എന്റെ സസ്പെക്ട് ലിസ്റ്റിലായിരുന്നു. ഞാൻ ഇന്ന് പോവുകയാണ്.
പോകുന്നതിന് മുന്നേ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹം മാൻ ടെക്നിക് നോക്കും. നമ്മൾ പോയി സംസാരിക്കുന്ന വ്യക്തിയാണോ ഈ പ്രൊഡക്റ്റിന്റെ പൈസ തരുക, നമ്മൾ അറിഞ്ഞിരിക്കണം. മാൻ ഫസ്റ്റ് എം എന്ന് പറഞ്ഞ മണിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടോ? രണ്ടാമത്തെ പഠനം. 3, അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള അധികാരവും എന്തുണ്ട്, ആ ഒരു അതോറിറ്റി അദ്ദേഹത്തിന് ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടോ മക്കളോടോ ചോദിക്കണോ? നമ്മളത് മനസ്സിലാക്കണം. 3, അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യമുണ്ടോ? ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു കസ്റ്റമർ അടുത്തേക്ക് പോകാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ വൈഫാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വൈഫ് ഉള്ള സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് താല്പര്യം വന്നു, ഈ പറഞ്ഞതൊക്കെ വൈഫിനോട് പോയി പറയണ്ടേ പിന്നീട്. ആ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വീട്ടിലേക്ക് ഒരു 5 പ്രാവശ്യം പോകേണ്ട ആവശ്യം വരില്ല. ആ ഫസ്റ്റ് പോകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ആളുകൾ എന്തുകൊണ്ടാണ് പ്രോസ്പെക്ട് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ, ഒന്ന് പേടിയാണ്. ഇയാൾ വാങ്ങിയില്ലെങ്കിലും, ഇന്നലെ ഒരാൾ വാങ്ങിയില്ല, ഇനിയിപ്പോ ഇയാളെ കൂടി വാങ്ങാണ്ട് നിന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ചിന്തിച്ചാൽ പോയാൽ പോരെ. അയാളെങ്ങാ വാങ്ങിയാലോ, അയാളെ ഭാഗ്യം കൊണ്ടോ, അയാളുടെ ദൗർഭാഗ്യം കൊണ്ടോ, നിങ്ങളുടെ ഭാഗ്യം കൊണ്ടോ അയാൾ വാങ്ങിയാലോ, വാങ്ങിക്കൂടെ? പേടിയുള്ള ആളുകൾ എടുത്തോ, മറ്റുള്ള ആളുകൾ എടുത്തോ. അത് നെഗറ്റീവാണ് ഞാൻ പറഞ്ഞതെങ്കിലും, പേടിച്ച് വീട്ടിലിരിക്കാനേക്കാണ് നല്ലത്. എന്താണ്, 10 റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉളുപ്പങ്ങ് പോകും. പിന്നെ നമ്മൾ പെർഫെക്റ്റുള്ള സെയിൽസ്മാൻ ആയി മാറണം. ഒരു അപകർഷത പോലെ, എനിക്ക് പറ്റിയതല്ല ഈ സെയിൽസ്, വിൽക്കണ്ടേ. കുറെ ആൾ പറയും വിൽക്കണ്ടേ, വിൽക്കാനല്ലേ ഈ പ്രൊഡക്റ്റ്. ആരോ വിറ്റതെല്ലാം വാങ്ങിക്കൂട്ടുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ലേ? നിങ്ങൾ വാങ്ങിച്ചു കൂട്ടിയതല്ലേ, ഏതോ ഒരാൾ വിറ്റതല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് അവരോട് എന്താ പിന്നെ ഒരു ദേഷ്യം തോന്നിയോ? അല്ലെ അവർ ചെയ്യുന്നത് ഒരു മോശം പണിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് വെക്കുമ്പോൾ നിങ്ങളോട് അവർക്ക് നിങ്ങൾ ചെയ്യുന്ന മോശമാണെന്ന് തോന്നുമോ? ഒരിക്കലും തോന്നില്ല. നമ്മുടെ ഒരു സൈക്കോളജിക്കലി ഒരു ഡിഫക്റ്റ് ആണ് നമുക്ക്. അപ്പൊ വിൽക്കണ്ടേ എന്ന് ചോദിച്ചിരിക്കുന്ന ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിൽക്കണം. വിറ്റേ പറ്റും. വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കണ്ടാവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കേണ്ടി വരും. 2 കാര്യങ്ങളുണ്ട്. 3, ആവശ്യം. നമ്മുടെ ആവശ്യം നമുക്ക് തിരിച്ചറിയുന്നില്ല. ഞാൻ എന്തിനാ ഇത് വിൽക്കാൻ പോകുന്നത്, കടക്ക വിൽക്കാൻ പോകും രാവിലെ മുതൽ വൈകുന്നേരം. പക്ഷെ ഞാൻ വിൽക്കാൻ പോകുന്നത് എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കാനാണ് എന്നുള്ള ഒരു ബോധ്യമില്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇനപ്നെസ്, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു മടി പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പല കൾച്ചറൽ അല്ലെങ്കിൽ മതപരമായ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുന്നതിനൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ സെയിൽസ്മാനെ പോലെ ഇറങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ബെറ്റർ പ്രോസ്പെക്ടിങ് നടക്കും. ബെറ്റർ എന്ത് ചെയ്യാം, ഒരു സെയിൽസ്മാൻ, ഒരു ബെറ്റർ പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കുകൾ. ചില ആളുകളുണ്ട് വന്നു സംസാരിച്ചു ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ടുള്ള 5 മെത്തേഡ് ഉണ്ട്. ഒന്ന് നെവർ ക്ലോസിംഗ് പറയും, മറ്റൊന്ന് സമ്മറൈസ് ക്ലോസിംഗ് പറയും, മറ്റൊന്ന് അസംപ്റ്റീവ് ക്ലോസിംഗ്, പപ്പിയുടെ ക്ലോസിംഗ് ടേക്ക് ചെയ്യാം. ഞാൻ ഒരു 10-17 ക്ലോസിംഗിനകത്ത് ഒരു 5 എടുത്തത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള 5. ഒന്ന് നെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറെ മനസ്സിലാക്കി, അയാൾക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി, അയാൾ വാങ്ങാൻ തയ്യാറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അധികം സംസാരിച്ച് നിർത്തരുത്. സാറേ ഇപ്പൊ എടുക്കുവാണെങ്കിൽ എന്തുണ്ട്, 16,500 കിട്ടും 2 പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ 19,600 കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാം. ഈസിയാണ്. ഇപ്പൊ എടുക്കുവാണെങ്കിൽ സാറേ 3 അൾട്രാവറി കൂടി കിട്ടും, 10,700 കൂടെ 14,300 3 അൾട്രാവറി കൂടി കിട്ടും എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് അർജൻസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, സാറേ ഇപ്പൊ എടുക്കുവാണെങ്കിൽ ഇന്ന് തന്നെ ഉപയോഗിക്കണം, അദ്ദേഹത്തിന്റെ കാലിന്റെ നീരിനൊക്കെ നാളെ തന്നെ എന്ത് ചെയ്യും, ആശ്വാസം വന്നു തുടങ്ങും. നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഇപ്പൊ വാങ്ങുവാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ആ പാവം കുട്ടിക്ക് ഇപ്പോഴേ മൈഗ്രെയിൻ ഇല്ലേ, ആ തലക്ക് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു ആശ്വാസം കിട്ടില്ല. എന്തിനാ വെറുതെ വെച്ച് നീട്ടുന്നത്, എത്ര വർഷമായി ഈ സഹിക്കുന്നു എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് നെവർ ക്ലോസിങ്. ഇപ്പൊ എടുക്കുക. നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അവനെ നോക്കിയിട്ട് വാങ്ങിക്കാം, തലവേദന അടുത്ത പ്രാവശ്യം വരുമ്പോ അന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നവനല്ല സെയിൽസ്മാൻ.
ഇപ്പം എന്ത് ചെയ്യാം, ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ കേസ് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് ആ സാഹചര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തും സംസാരിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തത് സമ്മറൈസ് ക്ലോസിംഗ്. സമ്മറൈസ് ക്ലോസിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പൊ അവിടുത്തെ ഗൃഹനാഥൻ അല്ലെങ്കിൽ അവിടുത്തെ അമ്മയാണ് സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കണം. അതിനാണ് ലിസണിങ് എന്ന് പറയുന്നത്. അവരെന്തൊക്കെ പറയുന്നു. ഇപ്പൊ അവർ പറയുന്നുണ്ടായിരുന്നു, ആ ഭർത്താവിന് കാലിന്റെ വിരലിലൊക്കെ ഭയങ്കര വേദനയാണ്, കാലിന്റെ അടിയിലൊക്കെ വേദന, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് ഷുഗറേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടാവും. അത് നിങ്ങൾ സ്റ്റോറിയാണ്. രണ്ട് മോൾക്ക് എപ്പം നോക്കുമ്പോൾ പഠിക്കുമ്പോൾ മൈഗ്രെയിൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്റെ കാര്യം പറയണം, എനിക്ക് എപ്പോഴും നടുവേദനയാണ്, കൈയും കാലും വേദനയാണ്, അങ്ങനെയാണ് ഇങ്ങനെയുള്ളത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം കൂടി ക്ലോസിങ്ങിലേക്ക് എത്തുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി സമ്മറൈസ് ചെയ്യണം. നിങ്ങളിപ്പം മേഡം ഇപ്പൊ ഒരു പ്രൊഡക്റ്റില്ല വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മേഡത്തിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ 9,800 കൊടുക്കണ്ടേ? 9,800 കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ആ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാറിന് കാലിൽ കെട്ടാനുണ്ടാവില്ല, മോക്ക് തലക്ക് കെട്ടാനുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഫാമിലി കിറ്റ് വാങ്ങുവാണെങ്കിൽ വാങ്ങുമ്പോൾ തന്നെ 3,600 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പൊ 2 പ്രൊഡക്റ്റെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ വെച്ചാല് സാറ് കിടന്നോട്ടെ, സാറിന് ഡയബറ്റിക് റിവേഴ്സ് ആവാനൊക്കെ സഹായിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ആ സമയത്ത് 4 റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും ആ കിറ്റ്. അപ്പൊ എന്ത് ചെയ്യാം, ഒരു വാട്ടർ ജിപ്പേഡും ഒരു റിസ്റ്റ് ബാൻഡ് മോക്ക് കൊടുത്തു കഴിഞ്ഞാൽ മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പീരീഡ് സമയത്ത് വേദനക്ക് അത് ഉപയോഗിക്കാം, മൈഗ്രെയിൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവര് പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ക്ലിയർ? അപ്പൊ ആ സൊല്യൂഷൻ കിട്ടുന്ന സമയത്ത് പിന്നീട് ആ സമയത്ത് അവരൊന്നും ചിന്തിക്കില്ല. അവരെന്ത് ചെയ്യും, ടെക്നോളജി എന്ത് ചെയ്യും, പൈസ തന്നിട്ട് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനാദ്യം നമുക്ക് എന്ത് വേണം, ലിസണിങ് കപ്പാസിറ്റി വേണം. നമ്മൾ റേഡിയോ തുറന്ന പോലെ അവിടെ എത്തിയ ഉടനെ തന്നെ സംസാരിച്ച് തീർക്കാനുള്ളതല്ല. കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, സംസാരിക്കണം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ കണ്ടാൽ അവരുടെ ട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. നമ്മളെ വിശ്വസിക്കണം അവര്. അത്തരത്തിൽ വേണം നമ്മൾ അവരോട് പെരുമാറാൻ വേണ്ടിയിട്ട്. സമയം സേവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ 2 പ്രൊഡക്റ്റ് 3 പ്രൊഡക്റ്റോ 4 പ്രൊഡക്റ്റൊക്കെ ചില ആളുകൾ എടുക്കാറില്ല നമ്മുടെ അടുത്ത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു സമ്മറൈസ് ക്ലോസിംഗിലേക്ക് പോയതുകൊണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സെയിൽ ക്ലോസ് ചെയ്തെടുക്കും. അടുത്തത് അസംപ്റ്റീവ് ക്ലോസിംഗ് എന്ന് പറയും. ചില സ്ഥലത്ത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും, അവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ചാൽ കുറച്ച് ഒരു വാങ്ങണമെന്ന് അവർക്ക് ഉണ്ടാവും, നമുക്ക് മനസ്സിലായി, പക്ഷെ വാങ്ങാൻ അവർ മാനസികമായി തയ്യാറല്ല. ഒന്നാമത് നമ്മുടെ അടുത്ത് വാങ്ങാൻ താല്പര്യമില്ല, ഇത്തരത്തിലേക്ക്. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നതിന് ടോണങ്ങ് മാറ്റണം. അവര് നമ്മളെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് ഓൾറെഡി വാങ്ങി, ഓക്കെ, അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, അത് സംസാരിക്കാം അവരോട്. നമ്മൾ ആദ്യം ഈ കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്യട്ടെ, ഫീൽഡ് പോലെ പറ്റും. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഇപ്പൊ സലീം സാറിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു, സലീം സാറിന് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചിലതിന്റെ ഒരു യുദ്ധം പോലെ, ഈ പൈസ തരാനുള്ള മടിയുണ്ടാകും, പക്ഷെ പ്രൊഡക്റ്റ് വേണം തന്നെ. ആ സമയത്ത് എന്ത് ചെയ്യാ വെച്ചാൽ, സാറ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ വെച്ചാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഷീറ്റ് വിരിക്കണം. പിന്നെ പില്ലോ പേഡിന്റെ കവറിനുള്ളിൽ തന്നെ ഇത് വെക്കണം. കാരണം തല എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഷീറ്റ് നനയരുത്. അവര് വാങ്ങിയിട്ടില്ല, വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പ് തന്നില്ല, പക്ഷെ നിങ്ങളൊന്ന് സംസാരിക്കണം. പിന്നെ വെള്ളം ഉണ്ടല്ലോ, ചില്ലുകുപ്പി തന്നെ ഏറ്റവും നല്ലത്. ഇന്നിപ്പം വെള്ളം ബോട്ടിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ വേറൊരു ബോട്ടിൽ ഇന്ന് തന്നെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, അത് ചുറ്റി വെച്ചിട്ട് ആ വെള്ളം തന്നെ കുടിക്കണം ഇന്ന് മുതൽ. അത് അളവിന് കുടിക്കുക. ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും മക്കൾക്കടക്കം ഈ വെള്ളം തന്നെ കൊടുത്തേക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ കുറച്ച് വാങ്ങാൻ തീരുമാനിച്ചില്ല, പക്ഷെ നിങ്ങൾ അവർ വാങ്ങിച്ചതുപോലെ നിങ്ങൾ സംസാരിക്കണം. റിസ്റ്റ് ബാൻഡ് എപ്പോഴും കെട്ടാൻ മറന്നു പോകരുത്. കൈക്ക് കെട്ടാൻ എന്തെങ്കിലും കൈക്ക് എന്താ പറയുക ഷെയിം കുറവുണ്ടെങ്കിൽ നിങ്ങൾ കാലിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കീശയിലെങ്കിലും ഇട്ടാൽ മതി. അവരെവിടെയെങ്കിലും കെട്ടിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ, നിങ്ങൾ സെയിലെടുക്കാൻ നോക്ക്. അടുത്ത ഫോളോ അപ്പിന് പോയി പഠിപ്പിച്ചാൽ മതി. ക്ലിയർ? ആദ്യം തന്നെ നിർബന്ധിച്ച് പഠിപ്പിക്കുമ്പോഴേ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ പഠിക്കുമ്പോഴൊക്കെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിലോ കാലോ കെട്ടിക്കൊടുത്താലേ അറ്റ്ലീസ്റ്റ് അവരുടെ ഈ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും തകരാറൊക്കെ തടയാൻ പറ്റും എന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുത്തിട്ട് അവർ വാങ്ങിച്ചതുപോലെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് എവിടെയാ സാറേ വിരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരെ നിങ്ങളെ കൂടി പെട്രോളിലേക്ക് പോകും. ക്ലിയർ? അവിടെ വിരിച്ചു കൊടുക്കുക, പൈസ വാങ്ങുക, തിരിച്ചു കൊണ്ടുപോകുക. ഇതിന്റെ പേരാണ് അസെപ്റ്റീവ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഒറ്റ വിഷയമാണ്, ചാർജിലിട്ടിട്ട് പോരാ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല്
ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സെയിൽ എടുക്കാൻ പറ്റുക ഈ ഒരു രീതിയിലായിരിക്കും. അപ്പൊ പ്രത്യേകിച്ച് എന്ത് ചെയ്ത് അധികം അവിടെ സംസാരിച്ച് നിൽക്കാൻ പാടില്ല. ആ കസ്റ്റമറെ നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സംസാരിച്ച് ക്ലോസ് ചെയ്യണം. അവരത് വാങ്ങിച്ചതുപോലെ നമ്മൾ സംസാരിക്കണം. ക്ലിയർ? ഇങ്ങനെ സംസാരിക്കുന്ന നേരത്ത് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെയുള്ള ആളുകളെടുത്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. മറ്റൊരു ക്ലോസിംഗ് ഉള്ളത്, ഒരുപാട് ആളുകൾ നിങ്ങൾ ഈ ടെക്നിക്ക് അറിയാതെ സെൽ ചെയ്ത ആളുകൾ ഉണ്ടാവും. ഒന്നുകിൽ പീരീഡ് സമയത്ത് വേദന അല്ലെ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവർക്ക് റിലീഫ് കിട്ടിയ സമയത്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ അല്ലേ. അങ്ങനെ അവര് ഒരു പ്രൊഡക്റ്റ് കിട്ടി, നമ്മളൊരു നായ്ക്കുട്ടിയെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മുയലിനെയൊക്കെ അല്ലെങ്കിൽ ഒരു അണ്ണാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോൾ അവർക്ക് എന്തോ വല്ലാത്തൊരു മാനസികമായിട്ടുള്ള വേദന ഉണ്ടാവും ചില ആളുകൾ തിരിച്ചു തരുമ്പോ അല്ലെ. ഈ നായനെയും പൂച്ചേനൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും, അവരുടെ കയ്യിലേക്ക് കൊടുത്ത് കുറച്ചു നേരം അവർ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വാങ്ങുമ്പോൾ അവരുള്ളിൽ ഒരു വേദന ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതിനെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ പ്രൊഡക്റ്റിനെ കൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ക്ലോസിങ്ങിന്റെ പേരാണ് പപ്പി ഡോഗ് ക്ലോസിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ മൈഗ്രെയിനുള്ള ഒരാൾക്ക് നമ്മൾ തലക്ക് കെട്ടി കൊടുക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ അത് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അവരത് തരാൻ മടിക്കും. അവർക്കിത് കിട്ടിയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ പലർക്കും കണ്ട ഇപ്പൊ മേ ബി ഒരുപാട് എക്സ്പീരിയൻസ് ചന്ദ്രൻ മാഷ് ബാബുരാജ് സാറിനൊക്കെ എനിക്ക് പേഴ്സണൽ അറിയാമെന്ന് വെച്ചാൽ ഈ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് കൈ പൊക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ കൈക്കും കഴുത്തിനൊക്കെ ഇത് കെട്ടിക്കൊടുത്ത സമയത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ വിരലൊക്കെ നിവർന്നതും കൈ പൊക്കിയതൊക്കെ വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നടത്താത്ത ശരിയാവാത്ത കൈയൊക്കെ ഒരു അരമണിക്കൂറിനുള്ളിൽ കൈയൊക്കെ പൊക്കിയ സമയത്ത് അവർ പ്രൊഡക്റ്റ് സ്പോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ റിസൾട്ടുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ BP കൂടുതലുള്ള ആളുകൾക്ക് നമ്മൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് BP എന്ത് ചെയ്തു, ലോ ആയി ഡൗൺ ആയി വന്ന് അവർക്കൊരു കംഫർട്ട് കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഡെമോ കൊടുത്തുകൊണ്ട്, ഒരു ഡെമോ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡെമോ കൊടുക്കുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്ത് അവിടെ ഫ്ലാറ്റ് ആയി അല്ലെ. ആ സമയത്ത് അവരെ ഉള്ളിൽ ഒരു തോന്നൽ വരും, ആ ഇത് കിട്ടിയാൽ കൊള്ളാം, ഇത്രയും സ്റ്റാമിന സ്ട്രെങ്ത് ഒക്കെ ഉണ്ടല്ലോ, കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ഫീല് നമ്മുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെയിൽസ് ക്ലോസിംഗിന്റെ പേരാണ് പപ്പി ഡോഗ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റണം. ഇതെല്ലാം ഒരാളെടുത്ത് ഒരു കസ്റ്റമർ എടുത്ത് അല്ലെങ്കിൽ എല്ലാ കസ്റ്റമർ എടുത്ത് ഒരുപോലെ എല്ലാ 5 ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല. നമ്മുടെ ഓരോ കസ്റ്റമറും ഓരോ ടൈപ്പ് ആയിരിക്കും. ആ ടൈപ്പിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആളറിഞ്ഞ് വേണം എന്ത് ചെയ്യാൻ കളിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് പൈസ കൺസേൺ ആയിരിക്കും, പ്രത്യേകിച്ച് കുറച്ച് പിശുക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല്, സാറേ 9700 പ്രൊഡക്റ്റ് ഫാമിലി വൈഫും കൂടി പിന്നെ ഒന്ന് വാങ്ങണ്ടേ, ഇപ്പൊ തന്നെ വാങ്ങുവാണെങ്കിൽ 3100 ഡിസ്കൗണ്ട് കിട്ടും, പിന്നെ വാങ്ങുവാണെങ്കിൽ 3100 എക്സ്ട്രാ നഷ്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് ടേക്ക് അവേ ക്ലോസിംഗ് പറയും, നമ്മൾ എന്താ കട്ട് ചെയ്യാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാല് അവിടെ 14,300 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൾട്രാവറി 3 കിട്ടും. വേണമെങ്കിൽ അത് വിറ്റ 9,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് വാങ്ങാൻ പറ്റും. 12,000 രൂപക്കുള്ള മുതലുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, അങ്ങനെ പറയുന്ന സമയത്ത് ഇനി ആ ഓഫർ ഇല്ലാതെയും സാറിന് കിട്ടും, 10,700 കൊടുത്താൽ മതി. ഓഫറില്ലാതെ എന്ത് ചെയ്യും, മെട്രോ സ്പൈഡ് മാത്രം കിട്ടും പ്രീമിയം, 10,700 കൊടുക്കണ്ടു എന്ന് പറയുന്ന സമയത്ത് ഓരോ ഓഫർ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു ഒഴിവാക്കി പിടിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, അവർക്കൊരു അങ്ങനെയുള്ള കസ്റ്റമർക്കൊരു എന്താ വേണ്ട അതന്നെ വെച്ചേക്ക് എന്ന് പറയുന്ന കസ്റ്റമറില്ലേ. അപ്പൊ ആ കസ്റ്റമറെ മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യാ, ഈ ഒരു പ്രൊഡക്റ്റ് വെക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ സാധിക്കണം. അങ്ങനെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് അവിടെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ പഠിച്ചാലും എന്തൊക്കെ പോയിന്റ് മനസ്സിലാക്കിയാലും നിങ്ങളൊരു ബെസ്റ്റ്, ലോകം കണ്ടത് ഏറ്റവും ബെസ്റ്റ് സെയിൽസ്മാൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ മുന്നിൽ പോയിട്ട് വളരെ ഭംഗിയായിട്ട് കഥ പറയാൻ പഠിക്കുക എന്നതാണ്. ഇത് ഈ പറഞ്ഞ പോയിന്റുകളൊന്നും കേട്ട് കൺഫ്യൂഷൻ ആവണ്ട, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് സംഭവങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായി കഥ പറയുമ്പോൾ ഈ 5 ക്ലോസിംഗ് അതിൻ്റെ ഉള്ളിൽ തന്നെ വരും. നമ്മൾ കഥ പറയുന്ന സമയത്ത് പണ്ട് കേട്ട കഥകളൊക്കെ ഇപ്പോഴും ഓർമ്മയില്ലേ. അപ്പൊ കഥ പറയുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മുടെ എല്ലാ കൺസെപ്റ്റും മറ്റുള്ളവരുടെ തലച്ചോറിനുള്ളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കയറ്റി കൊടുക്കാൻ പറ്റും. നമ്മുടെ ബ്രെയിന് കഥകളുമായിട്ട് വയേർഡാണ്. അപ്പൊ 70% കഥകൾ എന്ത് ചെയ്യും, അവര് ഓർമ്മിച്ച്
ഇരിക്കും, മരിക്കുന്നത് വരെ ഓർമ്മിച്ചിരിക്കുന്നതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇമോഷൻ ഡ്രിവൺ ആക്ഷൻ ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കഥകളാണ്. മനോജ് സാറിന്റെ കോടി മേടിച്ച കഥകളാണ് നമ്മൾ പല സ്ഥലത്തും വിറ്റിട്ട് പല ആൾക്കാരെ കൊണ്ട് ഐഡിയ എടുപ്പിച്ചത്, അല്ലെ? അപ്പൊ അറിയാനൊരു കഥയും കൂടി കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഈ ബിസിനസ് ഇവിടെ ചെയ്യില്ലായിരുന്നു. അപ്പൊ ഇമോഷൻ ഡ്രിവൺ ബിസിനസ് ആണ്, ഇതൊരു പീപ്പിൾ നെറ്റ്വർക്ക് ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ അപ്ലയൻസിന്റെ, നമ്മുടെ വിജയ കഥകൾ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കണം. പ്രൊഡക്റ്റിന്റെ എന്ത് ചെയ്യാ, എക്സ്പീരിയൻസും അതിന്റെ റിയാലിറ്റി ഒക്കെ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എന്ത് കഥ പറയും? കഥ പറയുന്ന ആൾക്കാർ തന്നെ നിങ്ങൾ എല്ലാവരും, പക്ഷെ കഥ മാത്രമേ പറയാറുള്ളൂ, വേറൊന്നും നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്ത് കഥ പറയണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടീമിൽ കിട്ടിയ നിങ്ങൾക്ക് വളരെ സത്യസന്ധമായി പറയാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പോകുമ്പോൾ പറയാൻ പറ്റണം. നിങ്ങളുടെ ടീമിലുള്ള അച്ചീവ്മെന്റ്, സാറേ ഇത് നോക്കി 2 മാസമായിട്ടില്ല വന്നിട്ടുള്ളൂ, അപ്പൊ അതിനുള്ളിൽ തന്നെ ഏകദേശം 1.5 ലക്ഷം രൂപക്കാലത്ത് വരുമാനം വാങ്ങിയില്ലേ എന്ന് പറയാൻ പറ്റണം. ഇപ്പൊ 3 മാസമായിട്ടേ ഉള്ളൂ, അദ്ദേഹം എണീറ്റ് നടക്കുന്നുണ്ട്. കഥ പറയുന്നത് പോലെ റിയാലിറ്റി പറയാന്നുള്ളതാണ്. എക്സ്പ്ലെയിനിങ് പ്രോഡക്റ്റ്, ഓരോ പ്രോഡക്റ്റും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു കഥ പറയുന്ന രൂപത്തിലായിരിക്കണം. ഒരു കഥ പറയുന്നത് പോലെ അത് കേൾക്കുന്ന ആൾക്കാർ കൗതുകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അങ്ങനെയാണ് അത് സംസാരിക്കേണ്ടത്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അവരുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. അവരെ ഇൻസ്പയർ ചെയ്യണം. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് അവിടെ ഒരു ശൂന്യത തോന്നണമെന്നാണ്. അപ്പൊ എന്ത് ചെയ്യാ, കറക്റ്റായിട്ട് കഥ പറഞ്ഞു പഠിക്കുക. അറ്റ്ലീസ്റ്റ് 2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഒന്ന്, ഇന്ന് തന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഫേക്ക് ആയിട്ട് സ്മൈൽ ചെയ്യാൻ പഠിക്കുക. അത് പിന്നീട് എന്ത് ചെയ്യും, ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറ്റപ്പെടും. 2, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തലച്ചോറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു കഥാരൂപേണ ഒരു കസ്റ്റമറോട് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനോട് അല്ലെങ്കിൽ ഈവൺ ഒരു സസ്പെക്റ്റിനോട് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് സെയിൽ ക്ലോസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സയൻസ് ബിഹൈൻഡ് ദ സ്റ്റോറി ടെല്ലിംഗ്. എന്താണ് സ്റ്റോറി, കഥ പറയുന്നതിനുള്ള സയൻസ് എന്ന് വെച്ചാൽ ബ്രെയിൻ പ്രോസസ് സ്റ്റോറീസ് ത്രൂ മിറർ ന്യൂറോൺസ്. നമ്മുടെ തലച്ചോറിന് ഒരു സ്റ്റോറി കിട്ടുന്ന സമയത്തുണ്ടാവും അവിടെ ഒരു മിറർ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്തെന്ന് വെച്ചാൽ എപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓർമ്മിക്കും. നിങ്ങൾക്ക് ആദ്യം 3-ാമത്തെ വയസ്സിൽ 4-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്ന അമ്മൂമ്മയെ അല്ലെ ഉമ്മാമ്മയെ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാലും ആ കഥ ഓർമ്മ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ബസ് പോകുമ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മളൊരു കഥ പറഞ്ഞു കൊടുത്താൽ, നിങ്ങൾ പ്രൊഡക്റ്റിന്റെ സയൻസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇത് ഭൂമിന്റെ കാന്തികതയും ഊർത്താർഷവും സാഗർ ജോഷി സാറിന്റെ ഡോക്ടറേറ്റും PhD-യും 18 കൊല്ലത്തെ കമ്പനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്ത ആമവാദം വന്ന് കടന്നുപോയ ഒരു മനുഷ്യൻ എണീറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കഥ പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ മരിക്കുന്നവരെ അദ്ദേഹം ഓർമ്മിക്കും. ഒരാളുടെ മൈഗ്രെയിൻ മാറിയ കഥ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ ഓർമ്മിക്കും. ഒരാളുടെ അച്ചീവ്മെന്റിന്റെ കഥ പറഞ്ഞു കൊടുത്താൽ 22 വർഷം വാടക വീട്ട് താമസിച്ച് ഒരു ഗതിയും പരഗതിയില്ലാതെ നടന്നിരുന്ന എറണാകുളത്തുള്ള ഒരു മനുഷ്യൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ ആദ്യത്തെ 10 മാസം 1 കോടി രൂപയും ഇപ്പൊ 4 കോടിക്കടുത്തും വരുമാനം നേടിയ ഒരു കഥ പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ വിളിക്കും, ഈ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇത് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കുന്നതാണ്. നമുക്കെന്താ, എങ്ങോട്ടോ പോകുന്ന ഒരാള്, എവിടുന്നോ കണ്ട ഒരാള് പറഞ്ഞ് വിട്ടേക്ക്, പിന്നീട് അവർ വിളിച്ചോളൂ. സ്റ്റോറീസ് ആക്ടിവേറ്റ് മോർ ബ്രെയിൻ റീജിയൻസ്. നമ്മുടെ തലച്ചോറിന്റെ പല ഭാഗങ്ങളിലെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോറി കഥ പറച്ചിലൂടെ സാധിക്കുന്നതാണ്. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ നമ്മളൊരു കഥ കേൾക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷത്തിന്റെ ഹോർമോണായ ഓക്സിറ്റോസിൻ എൻഹാൻസ് ചെയ്യും, സെറട്ടോൺ എൻഹാൻസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ അഡിക്ഷന്റെ ഹോർമോണായ നമ്മുടെ ഡോപ്പാമിൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോർമോൺ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ പറയുന്ന എല്ലാ കഥകളും സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കും. അപ്പൊ ഒരു ഡോപ്പാമിൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയാൽ അയാൾ നമ്മുടെ എന്തായി ശരിക്കും പറഞ്ഞാൽ അടിമയാവും ഒരു കസ്റ്റമർ. അപ്പൊ അവരെന്ത് ചെയ്യും, എപ്പോ നമ്മളെ കാണുമ്പോഴും അവർക്ക് ഇഷ്ടം ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ഓക്സിറ്റോസിൻ സന്തോഷം അവരിൽ ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ അവര് നമ്മളെ കാണുമ്പോഴൊക്കെ സന്തോഷിക്കും. നിങ്ങളെ കാണുമ്പോഴൊക്കെ പലരും സന്തോഷിക്കുന്നില്ലേ, അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്ത് ചെയ്യുക, വളരെ ഭംഗിയായി നല്ലൊരു സെയിൽസ്മാനായി കോൺഫിഡന്റോട് കൂടി മാർക്കറ്റിലേക്ക് ഇറങ്ങുക. നമ്മൾ ഇതൊക്കെ ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങിയാലും ഒറ്റ പോക്കിന് സെയിൽ എടുക്കുക എന്നുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യുക, അതിലൂടെ അങ്ങനെ എന്താ പറയാ, ഒരാളുകളുടെ അടുത്ത് പെട്ടെന്ന് സെയിൽ എടുക്കാൻ നല്ലതല്ല. ലോകത്തിലുള്ള എല്ലാ സെയിൽസ്മാരും ഏറ്റവും നല്ല മൂല്യമുള്ള ഏറ്റവും വലിയ സെയിൽസ്മാരും സെയിൽ ക്ലോസ് ചെയ്യപ്പെടുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്.
ഒരു 5 പ്രാവശ്യമെങ്കിലും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെയിൽ ക്ലോസ് ചെയ്യപ്പെടുന്നത്. സ്പോട്ട് ക്ലോസിംഗ് മാറ്റി വെച്ചാൽ മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ പോകണ്ട. എന്തിനാ വെറുതെ പോകുന്നത്? വെറുതെ ഇൻഫർമേഷൻ കൊടുത്ത് നിങ്ങൾക്ക് പോലും വേറെ ഡിസ്ട്രിബ്യൂട്ടർ പോയിട്ട് അവിടെ സെയിൽ ക്ലോസ് ചെയ്യും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ. 5 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾ മാനസികമായി തയ്യാറായിരിക്കണം. 5% സെയിൽസ് മാത്രമേ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് നടക്കാറുള്ളൂ. 5% സെയിൽസ് മാത്രമേ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് നടക്കാറുള്ളൂ. 100 പേരെ നിങ്ങൾ പ്രോസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളെ മാമനും മരുമോനും അച്ഛനും അമ്മയും ഉപ്പയും ഉപ്പാപ്പയും അടങ്ങുന്ന 5% ആൾക്കാർ മാത്രമേ നിങ്ങളെടുത്ത് നിന്ന് പ്രൊഡക്റ്റ് എടുക്കൂ. ബാക്കിയുള്ള 95 ആൾക്കാർ അവിടെ എന്ത് ചെയ്യും? നിങ്ങൾ അടുത്ത വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രസന്റേഷന്റെ പുറത്ത് 10% സെയിൽ മാത്രം നടക്കും. നിങ്ങൾ എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അത് 10% സെയിലേ നടക്കും. ബാക്കി വരുന്ന 85% സെയിലും നടക്കുന്നത് നമ്മളും നമ്മുടെ പ്രോസ്പെക്റ്റും തമ്മിലുള്ള എൻഗേജ്മെന്റിലാണ്. അത് ചിലപ്പോ അയാൾ റിയൽ എസ്റ്റേറ്റുകാരനായിരിക്കും, നമ്മൾ റിയൽ എസ്റ്റേറ്റുകാരനായി മാറണം. അയാൾ CPM കാരനായിരിക്കണം, നമ്മളവിടെ CPM കാരനാണ്. അയാൾ BJP കാരനായിരിക്കും, നമ്മൾ BJP കാരനായിരിക്കണം. അയാൾ എന്തോ ബിസിനസ് വേറെ ചെയ്യുന്ന ആളായിരിക്കും. തൽക്കാലം നമ്മൾ അതായിട്ട് മാറുക. നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യുക, ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കുക. അവരൊരു വണ്ടി കച്ചവടക്കാരൊക്കെ, അദ്ദേഹത്തോട് നിങ്ങൾക്ക് വില ചോദിച്ചൂടെ? സാറേ, ഒരു 2020 മോഡൽ ആൾട്ടോക്ക് ഇപ്പൊ എന്ത് റേറ്റ് ഉണ്ട്, ഒന്ന് വാങ്ങണമെന്നുണ്ട് എന്ന് തോന്നുമ്പോ നമ്മൾ തമ്മിലൊരു എൻഗേജ്മെന്റ് ഉണ്ടായി അവിടെ. പിന്നെ അദ്ദേഹം പ്രതീക്ഷിക്കും, ഇവനെ പിണക്കിയാൽ എനിക്ക് ഒരു കച്ചവടം കിട്ടില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് വണ്ടി കച്ചവടക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ വണ്ടിയുണ്ട്, ഒരു വക്കീൽ ഉപയോഗിച്ച വണ്ടി ഉണ്ട്, ഒറ്റ ആൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് കാണുന്നത് 3 ആസി ഉണ്ടാവും വണ്ടിക്ക്. ഇത് നമ്മളെ ആളെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു സെയിൽസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ ഉദ്ദേശം എന്താണ്? സെയിൽസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു എൻഗേജ്മെന്റ്, അവരുമായിട്ട് നല്ലൊരു എൻഗേജ്മെന്റ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്താണ് 85% സെയിൽസും ക്ലോസ് ചെയ്യപ്പെടുന്നത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 91% കസ്റ്റമറും നമ്മളെ സംബന്ധിച്ച് നമുക്ക് സെയിൽസ് തരാൻ തയ്യാറാണ്, റെഫറൽ തരാൻ തയ്യാറാണ്. പക്ഷെ ലോകത്തിലുള്ള 9% ആളുകൾ, സെയിൽസ്മാൻമാർ മാത്രമേ ഒരു കസ്റ്റമറോട് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനോട് റെഫറൽ ചോദിക്കാറുള്ളൂ. നമ്മുടെ അടുത്ത് അവർ സാധനം എടുക്കുന്നില്ല, ഓക്കെ, പക്ഷെ അവരുടെ അടുത്ത് അവരുടെ റെഫറൽ ചോദിച്ചൂടെ നിങ്ങൾക്ക്? സാർ, ഇത് നിങ്ങൾ ആർക്കെങ്കിലും ബന്ധുക്കൾക്കോ റിലേറ്റീവ്സ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്നതാണ്. 3 കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ പറയുന്ന സമ്മറി. സെയിൽസ് എന്ന് വെച്ചാൽ KLT എന്ന് പറയുന്ന 3 അക്ഷരങ്ങൾ ഒതുങ്ങും. ഒന്ന്, നോ ദ കസ്റ്റമർ, നോ ദ കസ്റ്റമർ നീഡ്സ്, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ കാര്യങ്ങൾ. 2, ലൈക്ക്, ഇഷ്ടമുണ്ടാക്കിയെടുക്കുക കസ്റ്റമറിൽ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിൽ നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക. ആ ഇഷ്ടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ട്രസ്റ്റ് ഉണ്ടാവും. അത് എവിടെയാണെങ്കിലും, നിങ്ങൾ ഏത് ഓഫീസിലാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും, ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും KLT എന്ന് പറയുന്ന ഒരു റൂളിൽ മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മൾ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നമ്മളെ മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സെയിൽ ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ക്ഷമയാണ് ആദ്യം വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വടകര ഈ മാസം ഒരു സെയിൽസ് ക്ലോസിംഗിന്റെ ഒരു 1 ഡേ വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. ചുമ്മാ അല്ല, അതിന് ഫീസ് ഉണ്ടാവും. കാരണം ഒരു ദിവസത്തെ ഹാളിന്റെ റെന്റും നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണത്തിന്റെ പൈസയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, മനോജ് സാറിന്റെ അടുത്തോ അല്ലെങ്കിൽ ശോഭാ മേഡത്തിനോടോ സംസാരിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുക. ഡേറ്റ് മഴയൊക്കെ നോക്കി പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, സംസാരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സെയിൽസ് എന്ന് പറയുന്നത് വളരെ ലോകത്തിലെ ഏറ്റവും വളരെ ഉദാത്തമായ ഒരു പ്രൊഫഷനാണ്. അതെന്ത് ചെയ്യുക, വളരെ ഭംഗിയായിട്ട് നിറവേറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആ സാധിക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വന്നു തുടങ്ങും. സെയിൽസ് ഇല്ലെങ്കിൽ നോ റവന്യൂ, നമ്മൾ ദരിദ്ര നാരായണന്മാരായിട്ട് മാറും. സെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിസമ്പന്നരായിട്ട് മാറാൻ പറ്റും. വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഏറ്റവും ഭംഗിയായി സെയിൽസ് എടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് 10 മിനിറ്റ് ലേറ്റ് ആയി പോകുന്നതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. MC യിലേക്ക്. താങ്ക് യു വെരി മച്ച്. കാരണം ഇന്നത്തെ സുപ്രഭാതത്തില് ഈ സെയിൽസിൽ എങ്ങനെ കലാപരമായിട്ട് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന്, എവിടെയൊക്കെയോ ഉള്ള നമ്മുടെ തടസ്സങ്ങള് അതിനെ മാറ്റാൻ ഇന്നത്തെ ക്ലാസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹൃദയത്തിന്റെ ഭാഷയിൽ നമുക്ക് മിനീഷ് സാറിന് നന്ദി പറയാം. ഈ ഒരു ക്ലാസ് നമുക്ക് വേണ്ടിയിട്ട്
ചെയ്തു തന്നതിന്. അപ്പോ ഇന്ന് സമയം ഏറെ താമസിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ മെന്ററും മോട്ടിവേറ്ററുമായിട്ടുള്ള മനോജ് സാറിന്റെ 2 വാക്ക് നമുക്ക് കേൾക്കാം. കാരണം ഒരു 10 മാസം കൊണ്ട് ഈ 4 പ്രൊഡക്റ്റ് മാത്രം സെയിൽ ചെയ്തുകൊണ്ട് 1 കോടി രൂപക്ക് മുകളിൽ മേടിച്ചിരിക്കുന്ന മനോജ് സാറ് കാരണം നല്ലൊരു വിൽപ്പനക്കാരൻ കൂടിയാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്ക് നമുക്ക് നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ട് മനോജ് സാറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് മനോജ് സാർ. ഓക്കെ താങ്ക് യു ചന്ദ്രൻ സാർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഞാൻ നീട്ടുന്നില്ല, 2 വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. കാരണം ഇന്നത്തെ ആ സെയിൽസ് ക്ലോസിങ്ങിനെ കുറിച്ച് അടിപൊളിയായ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിനീഷ് സാർ ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് അടിപൊളിയായ ഒരു PPT തയ്യാറാക്കിക്കൊണ്ട് എങ്ങനെ നമുക്കൊരു നല്ലൊരു സെയിൽസ്മാൻ ആയി മാറാൻ വേണ്ടി സാധിക്കും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അവബോധം നൽകുന്ന ക്ലാസ് ആയിരുന്നു. ഇത് നഷ്ടപ്പെട്ടവർക്ക് വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സുപ്രഭാതത്തിലും മഴയായാലും വെയിലായാലും അല്ലെ വെള്ളപ്പൊക്കമായാലും കിഴക്കുതിക്കുന്ന സൂര്യനെ പോലെ നമ്മൾ ഈ പ്രോഗ്രാമിൽ വരണം എന്ന് പറയുന്നത്, പഠിക്കാൻ തയ്യാറാകാന്ന്. അപ്പൊ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ബിഗ് കൺഗ്രാജുലേഷൻസ് മിനീഷ് സാർ. കാരണം നമുക്കറിയാം ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു PPT ആക്കി തയ്യാറാക്കി ഇവിടെ അവതരിപ്പിച്ച് അല്ലെ മനസ്സിലാക്കി തരണമെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു എഫേർട്ട് ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത് കേട്ടു കഴിഞ്ഞു, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇതൊക്കെ കുറെ കേട്ടതാണ് എന്നുള്ളൊരു മനോഭാവത്തോടെ പോകാതെ ഇതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കാനുള്ള ഒരു സൽബുദ്ധി നമ്മൾ കാണിച്ചാൽ മതി. ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടുകളയാതെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു അച്ചീവറായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ നൽകുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അതോടൊപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുന്നു. ഇന്ന് രാത്രി 9 മണിക്ക് നമ്മുടെ റീപർച്ചേസ് പ്ലാൻ ലോഞ്ച് ചെയ്യാണ്. റീപർച്ചേസ് ഇല്ല എന്നല്ലേ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ റീപർച്ചേസ് വന്നു കഴിഞ്ഞു. ഇന്ന് രാത്രി 9 മണിക്ക് സാഗർ സാറിന്റെ ഒരു മെഗാ സൂം മീറ്റിംഗ് ആണ്. കൃത്യസമയത്ത് 8:50 ആകുമ്പോൾ തന്നെ ലിങ്ക് ഓപ്പൺ ആവും. അപ്പൊ തന്നെ കയറിയാൽ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. കാരണം അത്രയും ആളുകൾ ഉണ്ടാവും. പിന്നെ യൂട്യൂബ് വഴി നമുക്ക് അതിന്റെ കണക്ഷൻ കിട്ടുള്ളൂ. പിന്നെ എല്ലാവരും തന്നെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. എല്ലാവരും ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. നമ്മൾ കേരള ടീം കയറുമ്പോൾ നിങ്ങളുടെ പേരിന്റെ കൂടെ KBC എന്നും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ കേരളത്തിൽ എത്ര പേര് കയറിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പേരിന്റെ കൂടെ KBC എന്നും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ ലീഡേഴ്സും അവരവരുടെ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ഹിന്ദി അറിയാത്ത ആളുകൾ ഹിന്ദി കേട്ടാണ് പഠിക്കുന്നത് അല്ലെ. മലയാളം നമ്മൾ ജനിച്ചു വന്നപ്പോൾ നമുക്കും അറിയില്ല മലയാളം. ആകെ അറിയുന്ന ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ അല്ലെ. അമ്മ എന്നുള്ള അക്ഷരം ആരും പഠിപ്പിച്ചിട്ടില്ല നമ്മളെ അല്ലെ. അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ബാക്കിയെല്ലാം നമ്മളെ പഠിപ്പിച്ചെടുത്തതാണ്, കേട്ട് പഠിച്ചതാണ്. അതുപോലെ ഹിന്ദിയും പഠിക്കാം. ഇതുപോലുള്ള സൂമിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. വേറൊന്നും ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അതുകൊണ്ട് എല്ലായിടത്തും നല്ല മഴയാണ്. യാത്ര ചെയ്യുമ്പോഴും സൂക്ഷിക്കണം എല്ലാവരും. കാരണം അതുകൊണ്ട് യാത്ര വേണ്ടെന്നല്ല, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. മഴ പ്രകൃതിയുടെ വരദാനമാണ്, അത് ആവശ്യമാണ് അല്ലെ. നല്ല മഴ പെയ്താലേ നല്ലതായിട്ട് വെള്ളം കുടിക്കാനുണ്ടാവും. മഴ തീരെ ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നല്ല മഴ നല്ല വെള്ളം തരും. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അതിന്റെ ശ്രദ്ധയോട് കൂടിയിട്ട് ഫീൽഡ് വർക്കിന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാളത്തെ സുപ്രഭാതത്തിൽ ഒന്നുകൂടി കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്.